നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ മിസ്ത്രീയ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ തിരുവചന ധ്യാനത്തിന്റെ 23-ാമത്തെ ദിവസം രാത്രിയിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ 45 സെഷനുകളിലായി നാം ധാരാളം കാര്യങ്ങൾ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായി നാം ശ്രമിച്ചു. നാം ധാരാളം വചനങ്ങൾ കേൾക്കുകയും അതിനോടനുബന്ധമായി ആത്മപ്രചോദനത്തിനും വളർച്ചയ്ക്കും നമ്മളിൽ തിരുത്തലിനും പല കാര്യങ്ങളുടെ ക്രമീകരണങ്ങൾക്കും ഒക്കെയും ഈ തിരുവചന പഠനം നമ്മളെ വളരെ ഗുണീകരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവവചനം പഠിക്കുവാനായിട്ട് ദൈവം ഉള്ളിൽ നൽകിയ ആത്മീയ വിശപ്പിനെയും ഈ അന്ത്യകാലത്ത് ദൈവത്തിൽ നിന്ന് ശ്രേഷ്ഠമായവ പ്രാപിച്ച് ദൈവം നൽകുന്ന കൃപയ്ക്കൊത്തവണ്ണം കർത്താവിൻ്റെ മഹത്വത്തിനായി പ്രയോജനപ്പെടുവാനുള്ള തികഞ്ഞ സമർപ്പണത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സർവകൃപാലുവായി ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. നാം 2-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നാം പതിവായി വായിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്കത് വായിക്കാം. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്ക് യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും, എത്ര പ്രാപ്തി ഉണ്ടെങ്കിലും, എത്ര അറിവുണ്ടെങ്കിലും, എത്ര പരിചയസമ്പന്നതയുണ്ടെങ്കിലും, എത്ര പിടിപാടുണ്ടെങ്കിലും, ഏതെല്ലാം തസ്തികകളിൽ നമുക്ക് അഭിരുചി ഉണ്ടെങ്കിലും, വിജയത്തിന്റെ രഹസ്യമെന്ന് പറയുന്നത് ദൈവം കൂടെയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ ഇസ്ഹാക്ക് ക്ഷാമനിമിത്തം മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോകുവാനായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചു. എന്നാൽ ദൈവം ഇങ്ങനെ അരുളി ചെയ്തു, നീ ഗരാറിൽ തന്നെ പാർക്ക. ദൈവം പറഞ്ഞതുപോലെ താൻ ചെയ്തു. അവിടുന്ന് മാറിപ്പോകണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. സ്തോത്രം. പക്ഷേ ദൈവശബ്ദം കേട്ട് അവിടെ നിന്നു. നാം വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇസ്ഹാക്ക് ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അവിടെ ആ ആണ്ടിൽ ഇസ്ഹാക്ക് വിതച്ചു. എടുത്തവർക്ക് വായിച്ച് കേൾപ്പിക്കാം. എന്താണ് നമ്മൾ കാണുന്നത്? ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. ചാപ്റ്റർ 26 വേഴ്സ് 11 and 12 നോക്കുക. 12-ാമത്തെ വാക്യം മുതൽ എന്താ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം, നെഹമ്യാവിൽ പോയായിരിക്കും അല്ലേ? ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായം 12-ാമത് വാക്യവും 13-ാമത് വാക്യവുമാണ് കർത്താവിന്റെ ദാസൻ വായിച്ചത്. എന്താണ് ശ്രദ്ധിച്ചാട്ട് ഒരിക്കൽ കൂടെ അത് വായിച്ച് കേൾപ്പിക്കുന്നു. വായിച്ചാലും, ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ചു മഹാധനവാനായി. നമ്മൾ തുടക്കത്തിൽ കാണുന്നത് 26-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നത്, അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസ്ഹാക്ക് ഗരാറിൽ ഫിലിസ്ത്യരുടെ രാജാവായ അബിമേലെക്കിന്റെ അടുക്കൽ പോയി. യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്ത് എന്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക, ഈ ദേശത്ത് താമസിക്ക, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും
നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അബ്രഹാം എൻ്റെ വാക്ക് കേട്ടു, എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഇസഹാക്ക് ഗരാറിൽ പാർത്തു എന്നാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ നാം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം ഒരുവന്റെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് സക്സസ്. ദൈവം ഒരുവന്റെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് പ്രോഗ്രസ്. ഒരുവൻ അതിനോടൊപ്പം ദൈവം ഉണ്ടെങ്കിൽ അതാണ് ഗ്രേറ്റ് ബ്ലെസ്സിങ്. ആമീൻ. അപ്പോൾ നമ്മുടെ സക്സസ് ദൈവം കൂടെ ഉള്ളതാണ്. നമ്മുടെ പ്രോഗ്രസ് ദൈവം കൂടെ ഉള്ളതാണ്. എവിടെയും നമ്മുടെ വിക്ടറി ദൈവം കൂടെ ഉള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം. തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. ആമേൻ. എന്നിട്ട് ഓർപ്പിക്കുകയാണ്, നിന്റെ പിതാവ് എൻ്റെ വാക്ക് കേട്ടു. 1. 2 എൻ്റെ നിയോഗം, 3 കൽപ്പനകൾ, 4 ചട്ടങ്ങൾ, 5 പ്രമാണങ്ങളും ആചരിച്ചു. നോക്കിക്കേ, വിളിച്ചിറക്കിയ നാള് മുതൽ ആമീൻ തൻ്റെ പ്രാണൻ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടും വരെയും വിളിയിൽ വിശ്വസ്തനായിരുന്നു. വിളിയിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് തൻ്റെ വഴിയൊക്കെയും ക്ലിയർ ആയിരുന്നു എന്നുള്ളതാണ്. കർത്താവിൻ്റെ മക്കളെ ഞാൻ താഴ്മയോട് ഓർപ്പിക്കട്ടെ, ദൈവം നമ്മോട് എന്ത് അരുളി ചെയ്താലും അതിലെ ലാഭനഷ്ടം നിങ്ങൾ നോക്കരുത്, അതിൽ ഉയർച്ച താഴ്ച നോക്കരുത്, അതിൽ നിന്ന മാനങ്ങൾ ഒന്നും നോക്കരുത്. വിളിച്ചവൻ ദൈവമാണെങ്കിൽ ഒരിക്കലും തമ്പുരാനെ വഴിയിൽ കളഞ്ഞേച്ച് പോകാൻ പറ്റുകയില്ല. കർത്താവിൻ്റെ അരികിൽ വന്നവരോട് യേശു വചനം പറഞ്ഞ് അവർ കേൾക്കാനുള്ള കൊതി കൊണ്ട് വീട്ടിൽ പോകാൻ മറന്നുപോയി. പണ്ടൊരിക്കൽ ഞാനൊരു മീറ്റിങ്ങിന് പോയി, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാ. അപ്പോൾ വാര്യാവരെ യോനാച്ചൻ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ദൈവദാസൻ അവിടെ ഞങ്ങളുടെ ട്യൂട്ടോറിയൽ നടത്തുന്നിടത്ത് വന്നിട്ടുണ്ട്. രാവിലത്തെ സെഷന് പോയപ്പം ആദ്യമായി പെന്തിക്കോസ് യോഗത്തിന് പോവുകയാണ്. ഒരു ദേവദാസന്റെ അരികിൽ ഇരിക്കുകയാണ്. അന്നേരം നമ്മൾ ധൂപക്കുറ്റിയും വീശി, നമ്മൾ മണിയും കിലുക്കിയും മറയും വലിച്ച് ദുപ്തേനും വായിച്ച് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അച്ഛന്മാരുടെ സ്കൂട്ടറെ ഓരോ പള്ളികളിൽ ധൂപക്കുറ്റി വീശാൻ പോകുന്ന സമയമാ. പക്ഷെ ആദ്യമായിട്ട് ഈ മീറ്റിംഗ് പെന്തിക്കോസാണ്, എന്തുവാന്നൊന്നും അറിയത്തില്ല. പ്രാർത്ഥനയെന്ന് കേട്ടപ്പം സാർ അനൗൺസ് ചെയ്തു, വിദ്യാർത്ഥികൾ താല്പര്യമുള്ളവർക്ക് സംബന്ധിക്കാം. ഒരു പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇരുന്ന സ്ഥലം മറന്നു. ആദ്യമൊക്കെ ബോറിങ് പോലെ തോന്നി. ഇവരെന്തൊക്കെയായി വിളിച്ചു പറയുന്ന, ഒന്നും പിടികിട്ടുന്നില്ല. കുറെ കലുബുലാന്നൊക്കെ പറയുന്നുണ്ട്, ഒരർത്ഥവും മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. ഇവരെല്ലാം കൈയടിച്ച് സ്പീഡ് കൂടുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടവനെ പോലെ അവിടെ ഇരിക്കുക. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല, നമ്മൾ വീണ്ടും ജനിച്ചിട്ടില്ല, നമ്മൾ സ്നാനപ്പെട്ടിട്ടില്ല, ഇതിനെക്കുറിച്ച് അറിയത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ പള്ളിയിൽ മുട്ടുമ്പേ നിന്നും ആ ഒരു ചുർക്കാ കുടിച്ചതുമായുള്ള ഒരു ഓർമ്മകൾ മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ ആ പ്രാർത്ഥന തീർന്നപ്പോൾ അവിടെയുള്ള ദൈവമക്കളുടെ സ്നേഹം, അവർക്ക് ദൈവസന്നിധിയിൽ അവർ ആനന്ദിക്കുന്നു. അവരടുത്തിരുന്ന് ആരോടോ അവരുടെ ഹൃദയത്തിന്റെ എല്ലാം പറയുന്ന പോലെ തോന്നുന്നു. ഞാൻ നോക്കിയപ്പോ അവിടെ ആരുമില്ല, പക്ഷേ അവരോട് ആരൊക്കെയോ സംസാരിക്കുന്നത് പോലെ, ആരോ അവരോട് ഇടപെടുന്നത് പോലെ, അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന ഒരാളിനെ കുറിച്ചൊക്കെ കേട്ടപ്പോഴത്തേന് എൻ്റെ മനസ്സിലും എന്തൊക്കെയോ ഒരു സന്തോഷം തോന്നി, ഒരു സമാധാനം തോന്നി. ഞാൻ എൻ്റെ പെങ്ങളോടും പറഞ്ഞു, വത്സമേ നമുക്ക് സ്തോത്രം ഒന്നുകൂടെ ഇരിക്കാം. പക്ഷേ പെങ്ങള് പോയി. ഞാന് അന്നത്തെ യോഗത്തിന് അവിടെ ഇരുന്നു, പക്ഷെ വീട്ടിൽ പോകാൻ മറന്നുപോയി. സ്തോത്രം. നേരം വെളുത്തപ്പോഴാണ്. അപ്പൊ ദൈവസന്നിധിയിലുള്ള സന്തോഷം നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ, എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, നമുക്ക് ദൈവസന്നിധി വിട്ടു പോകാൻ തോന്നുകയില്ല. സ്തോത്രം. 3 ദിവസമായി യേശുവിന്റെ അരികിൽ പാർക്കുകയാണ് ആളുകൾ, വീട്ടിൽ പോകണമെന്നുള്ള ചിന്തയില്ല. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, അമ്മേ ക്ലാസ്സിൽ നിരന്തരമായി അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ വളരെ താല്പര്യത്തോടും ദാഹത്തോടും ആവേശത്തോടും കൂടെ ദൈവവചനം കേൾക്കുവാനുള്ള ഉള്ളിൻ്റെ ഉള്ളിലെ ആ ദാഹം കാണുമ്പോൾ എത്രമാത്രം കർത്താവിനോടുള്ള സ്നേഹമാണ് നിങ്ങളുടെ ഉള്ളിൽ അത് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ നോക്കുക, ഞെരുക്കത്തിലാണ് ദേശം മുഴുവൻ, പക്ഷേ ഒരുവൻ മാത്രം ദൈവത്തിന്റെ കരുതലില്ല. ദേശം മുഴുവൻ പട്ടിണിയെ ഫേസ് ചെയ്യാൻ പോവുകയാണ്.
പക്ഷെ ഒരുത്തൻ പാർക്കുന്ന ചുറ്റുവട്ടത്തിലെ അതിര് മാത്രം ദൈവം കാലാവസ്ഥ മാറ്റിക്കൊടുത്തു. അപ്പുറത്തെല്ലാം വരൾച്ചയാണ്, അവിടെങ്ങും ഒന്നും കൃഷിഫലമില്ല. പക്ഷേ ദൈവം പറഞ്ഞെടുത്ത് താമസിച്ചപ്പോൾ കാലാവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം കൊടുത്തു. നിങ്ങൾക്കറിയാമല്ലോ, 10 ബാധകൾ മിസ്രൈമിൽ വന്നപ്പോൾ ഗോശൻ ദേശത്ത് ഇരുട്ടുണ്ടായില്ല, വെട്ടുക്കിളി വന്നില്ല. ആമേൻ. ആ ദേശത്ത് പേൻ വന്നില്ല, നായീച്ച വന്നില്ല, തവള വന്നില്ല, കൽമഴ വന്നില്ല, കൂരിരുട്ട് വന്നില്ല. വന്നോ? ഇല്ല. ആ അതിരിട്ട്, സ്തോത്രം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അറ്റ്ലാന്റിക് ഓഷ്യനും പസഫിക് ഓഷ്യനും കൂടെ വേർതിരിയുന്നിടത്ത് ഒരു സെപ്പറേറ്റ് അതിര് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ ദൈവം അതിരിട്ടു, അല്ലേ? ആമേൻ. ഇവിടെ കൂരിരുട്ടിൽ ആളുകൾ തപ്പി 3 ദിവസം ഒരാളെ കാണാൻ കഴിയാതെ വേണം കൂരിരുട്ടിൽ കടന്നപ്പോൾ അപ്പുറത്ത് ദൈവമക്കളായ ജനം, വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം കണ്ട ജനം വെളിച്ചം അനുഭവിച്ചു. സ്തോത്രം. ഇപ്പുറത്തെ വീടുകളിലെല്ലാം 2 പേൻ തലേ കയറിയാൽ സഹോദരിമാർ ചൊറിഞ്ഞുകൊണ്ട് നടക്കാൻ നമുക്കറിയാം. വീട് മുഴുവൻ പേനായി കഴിഞ്ഞാൽ എന്തൊരവസ്ഥയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? രാവും പകലും എല്ലാം ആന്തിയും പറിച്ച് നടക്കുമ്പോൾ അപ്പുറത്ത് എന്ത് ചെയ്യാണ്? അവർ ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. തിരിച്ചറിയണം, മിസ്രൈമിലുള്ള ജനങ്ങൾ മുഴുവൻ തവളച്ചത്ത് ദേശം മുഴുവൻ ദുർഗന്ധമായപ്പോൾ അതിനകത്ത് ഇന്ന് രാത്രിയിലും ഓർത്തുകൊള്ളേണം, ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്ന, ദൈവത്തിനായി ജീവിപ്പാൻ സമർപ്പിക്കപ്പെട്ട, കർത്താവിനെ അനുഗമിക്കുന്ന ഓരോ ദൈവ പൈതലിന്റെയും ജീവിതത്തിന്റെ സുരക്ഷിതത്വം, സംരക്ഷണം, പരിപാലനം, കരുതൽ, ഇതെല്ലാം മാനുഷികമല്ല, ദൈവികമാണ്. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കേ. സ്തോത്രം. അറിഞ്ഞു തന്ന ദൈവത്തെ എത്ര സ്തുതിച്ചാലൊക്കും, ഓർത്ത് കരുതിയ ദൈവത്തെ എത്ര സ്തുതിച്ചാലൊക്കും. എങ്ങനെ കർത്താവേ ഈ വർഷം തരണം ചെയ്യും എന്ന് ചിന്തിച്ച ഓരോ വർഷങ്ങളുമില്ലേ? എത്ര അത്ഭുതകരമായിട്ടാണ് സംവത്സരങ്ങൾ ഓരോന്ന് പിന്നിട്ടത്. ഇതൊക്കെ ദൈവത്തിന്റെ കരുതലല്ലാതെ വേറെ എന്താകുന്നു സഹോദരങ്ങളെ? അതുകൊണ്ട് നാം മനസ്സിലാക്കുന്ന കാര്യം, ദൈവം പറഞ്ഞെടുത്ത് പാർക്കണം, ദൈവം പറഞ്ഞതനുസരിക്കണം. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് കർത്താവിനെ അനുസരിക്കുന്നതാണ് എൻ്റെ സന്തോഷം, കർത്താവിനെ അനുസരിക്കുന്നതാണ് എൻ്റെ സമാധാനം, കർത്താവിനെ അനുസരിക്കുന്നതാണ് എൻ്റെ സ്വസ്ഥത. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, കർത്താവിനെ അനുസരിക്കുന്നതാണ് എൻ്റെ സന്തോഷം. നിങ്ങളും എഴുതി വെക്കണം വലിയ അക്ഷരത്തിൽ, യെസ് ലോർഡ്, കർത്താവെ അങ്ങേ അനുസരിക്കുന്നതാണ് എൻ്റെ സന്തോഷം, കർത്താവിനെ അനുസരിക്കുന്നതാണ് എൻ്റെ സമാധാനം, കർത്താവിനെ അനുസരിക്കുന്നതാണ് എൻ്റെ സ്വസ്ഥത. അപ്പൊ സന്തോഷം, സമാധാനം, സ്വസ്ഥത, കർത്താവിനെ അനുസരിക്കുന്നതിനാലാണ് സകല അനുഗ്രഹങ്ങളും. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ജയം. ആമേൻ. അത് മാനുഷ്യമായ ഭയം കൊണ്ടല്ല, ദൈവത്തെ അനുസരിക്കുന്നതിന് നമ്മൾ ഇനിയും തടങ്കലായി ഒന്നിനെയും നിർത്തരുത്. കാരണം മാനുഷ്യ ഭയം ഒരു കണിയാണ്. ദൈവത്തിന് സ്തോത്രം. ചിലരുടെ അനുവാദം കിട്ടിയിട്ട് പല കാര്യങ്ങളും നമുക്ക് അനുസരിക്കാം എന്ന തോന്നലുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ മക്കളോട് ഞാൻ പറയാം, അതെല്ലാം നമ്മൾ മാറ്റിവെക്കണം. സ്തോത്രം. നാം തിരുവചനത്തിന്റെ മഹത്വത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചുമാണല്ലോ ധ്യാനിച്ചു വരുന്നത്. 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവിടെ 2 മുതൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നിർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ മുതൽ ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവജനവും ശ്രദ്ധിച്ചു കേട്ടു. നോക്കുക, അവർ മതിലുപണി തീർന്ന് പ്രഭുക്കന്മാരെയും പ്രമാണികന്മാരെയും സകല ജനത്തെയും അവിടെ കൂടി വരുവാൻ ദൈവം തൻ്റെ ഉള്ളിൽ തോന്നിപ്പിച്ചു എന്നാണ്. അപ്പൊ ദൈവം നൽകുന്ന നിയോഗം നാം പങ്കുവെക്കുമ്പോൾ ഓർത്തുകൊള്ളണം, അതാണ് ദൈവപ്രവൃത്തിയുടെ അടയാളം. എഴുതി വെക്കണം. നിയോഗം, ദൈവനിയോഗം ദൈവപ്രവൃത്തിയുടെ സൈനാണ്. ദൈവനിയോഗം ദൈവപ്രവൃത്തിയുടെ സൈനാണ്. ഇവിടെ തിരുവചനം കൊണ്ടുവരാനാണ് പറയുന്നത്. ഞാൻ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ഈ 2-ാം വാക്യത്തെ ബേസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ 6-ാമത്തെ എപ്പിസോഡാണ് നടക്കുന്നത്, അല്ലേ? പ്രൈസ് ഗോഡ്. കഴിഞ്ഞ 3 ദിവസമായി നിരന്തരമായി നാം ഇതിൽ നിന്ന് തന്നെയാണ് ധാരാളം കാര്യങ്ങൾ ചിന്തിച്ചും
ധ്യാനിച്ചും വരുന്നത്. അപ്പോൾ തിരുവചനത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്താൽ അതിന്റെ റിസൾട്ട് നടന്നിരിക്കും. സ്തോത്രം. അപ്പോൾ ഈ ദിവസങ്ങളിൽ തിരുവചനം പഠിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ഒരാത്മഭാരമുള്ള ഹൃദയം, ആമേൻ, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വലിയൊരു ഭാരം നിങ്ങളെ അലട്ടട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുള്ള സകലരും വിടുവിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വാസത്താൽ വാക്ക് തരികയാണ്. കാരണം ദൈവവചനം പറയുന്നു, ആമേ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്തോത്രം. കർത്താവ് എന്നെ വിളിച്ചു, വിശ്വാസത്തിൽ വന്നു. അതേ പ്രയാസങ്ങൾ ഉണ്ടായി, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പെങ്ങള് കർത്താവിലേക്ക് വന്നു, അവക്കും തല്ല് കിട്ടിയ സമയങ്ങളുണ്ട്. അത് കഴിഞ്ഞ് 7-ാം വർഷം എൻ്റെ നേരെ മൂത്ത സഹോദരൻ സ്നാനപ്പെട്ടു. അന്ന് രാത്രി അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. 14-ാമത്തെ വർഷം എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനും കുടുംബവും സ്നാനപ്പെട്ടു. സ്തോത്രം. ഞാൻ മുറിയിലിരുന്ന് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ അമ്മയെ തലകുത്തി കട്ടിലേക്ക് കിടന്ന് മറിഞ്ഞ് പുള്ളി പരിഹസിച്ച് ചിരിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ കുടുംബമായി കർത്താവിലേക്ക് വരാനിടയായി. 24-ാമത്തെ വർഷം പപ്പ സ്നാനപ്പെട്ടു. 25-ാമത്തെ വർഷം അമ്മച്ചി സ്നാനപ്പെട്ടു. അങ്ങനെ ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ എൻ്റെ കർത്താവിലേക്ക് അവരെല്ലാം വരുവാനിടയായി. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, വിളി നിങ്ങളുടെ വ്യക്തമാണോ? വഴിയും വ്യക്തമായിരിക്കും. നിങ്ങൾ അനുഗമിപ്പാൻ ഇറങ്ങിത്തിരിച്ചോ, നിങ്ങളുടെ പിന്നാലെ അവരെല്ലാം വരും. അപ്പോൾ അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സ്നാനപ്പെടാൻ നിർബന്ധിച്ചാലോ പെന്തിക്കോസി വരാൻ നിർബന്ധിച്ചാലോ അതിനൊന്നും പ്രസക്തിയില്ല. നമ്മുടെ ആഗ്രഹമാണ്, അത് നമ്മുടെ ആവേശമാണ്. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ ഏതൊരു തെങ്ങിലെ തേങ്ങായും അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിരിക്കണ്ട, ഒടിഞ്ഞു വീണോ. ഇതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മതി. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ മാതാപിതാക്കൾ വായിക്കുന്ന വചനങ്ങൾ അത് പൊരുൾ തിരിച്ച് ദൈവം നൽകണമേ. നമുക്കറിയാം, തിരുവെഴുത്ത് കർത്താവ് തെളിയിച്ചു കൊടുത്തപ്പോഴാണ് ശിഷ്യന്മാരുടെ അതേ ഉള്ളം കത്തിക്കൊണ്ടിരുന്നത് എന്ന് നമ്മൾ വായിക്കുന്നു. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ തിരുവെഴുത്ത് പൊരുൾ തെളിയിച്ചു കൊടുത്തപ്പോഴാണ് അതേ എത്യോപ്യക്കാരനായ ഷണ്ണന് സ്നാനപ്പെടുവാനുള്ള പ്രേരണ ഉണ്ടായത്. അപ്പോൾ നമ്മൾ പൊരുള് തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ തിരുവചനം നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിന് തികഞ്ഞ ദൈവാശ്രയവും ദൈവവചന പഠനവും നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. ആദ്യം ഇത് പങ്കുവെക്കുക എന്നുള്ളതല്ല, പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുക. എങ്ങനെയാണ് ആളുകളോട് സുവിശേഷം പങ്കുവയ്ക്കാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ച് വരുന്ന ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് വ്യക്തമായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, തിരുവചനം കേൾപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. എപ്പോൾ മുതലാണ്? നോക്കുക, ഒരു ബോറിങ്ങും ഇല്ല. അവിടെ മ്യൂസിക് സന്നാഹങ്ങൾ ഒന്നുമില്ലായിരുന്നു. ഉണ്ടോ? ഇന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു ബാക്കിംഗ് വോക്കൽസ് വേണം. എന്തിനാ? പ്രസംഗത്തിന് ഒരു കൊഴുപ്പുണ്ടാകാൻ. അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവമക്കളെ, നമ്മുടെ അറ്റൻഷൻ ആരാധിക്കുമ്പോൾ മ്യൂസിക്കിലേക്കല്ല പോകേണ്ടത്, പ്രസംഗിക്കുമ്പോൾ ബാക്കിംഗ് വോക്കൽസിലേക്കല്ല പോകേണ്ടത്. ദൈവ വചനത്തിലേക്ക് തന്നെ വരണം. സ്തോത്രം. ഞാൻ ഗുജറാത്തിലായിരുന്ന സമയത്ത് അതേ ചർച്ചിൽ ബാങ്കിൽ ജോലിയുള്ള ഒരു സഹോദരിയുടെ അരികിൽ ഒരു കച്ചി ഭാഷക്കാരനായ മനുഷ്യൻ ഇങ്ങനെ പണമെടുക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു താല്പര്യം തോന്നിയിട്ട് പറഞ്ഞു, ബെയിൻ, എൻ്റെ ഭാര്യ തളർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 4-5 വർഷമായി. ഞാൻ എല്ലാ ദേവീദേവന്മാരോടും പ്രാർത്ഥിച്ചു. ഇനി ഇസായിയുടെ ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. നിന്നെ കണ്ടിട്ട് നീ ക്രിസ്ത്യാനിയാണെന്ന് തോന്നുന്നു. നിനക്ക് വന്ന് എൻ്റെ വീട്ടിലൊന്ന് പ്രാർത്ഥിക്കാൻ പറയാൻ പറ്റുമോ? നിന്റെ ആരെങ്കിലും ഗുരുജി ഉണ്ടോ? വീട്ടിലൊന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു. ആ സഹോദരി ഉച്ചയുടെ ബ്രേക്ക് ടൈം ആയപ്പോൾ അദ്ദേഹത്തെയും കൂട്ടി അവിടുന്ന് ഒരു 4 കിലോമീറ്ററുകളിൽ ഞാൻ താമസിക്കുന്ന ഓട്ടോ വിളിച്ച് അവിടെ വന്നു. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, പാസ്റ്റർജി, ഈ പ്രിയപ്പെട്ടവൻ പറയുന്നു നമ്മളൊന്ന് ചെന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ വാക്ക് കൊടുത്തു. അവര് പോയി. അത് കഴിഞ്ഞ് ഞാൻ ദൈവസന്നിധി ഇരിക്കാൻ തുടങ്ങി. കർത്താവേ, കച്ചി ഭാഷക്കാരായ ആളുകൾ അതുവരെയും വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഗുജറാത്തി അവർക്കറിയാം, കച്ചി ലിപിയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ ദൈവസേനയിൽ കാര്യം വെച്ച് പ്രാർത്ഥിച്ചു. ഹാരിഷ് എന്ന് പറയുന്ന സഹോദരനെയും കൂട്ടി ഞങ്ങൾ ആ ഭവനത്തിലേക്ക് പോയി. അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ്. ആ തളർന്നു കിടക്കുന്ന ആളിന്റെ ആ സഹോദരിയുടെ ഭർത്താവ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ആ കാൽകരങ്ങൾ തളർന്ന്
അവിടെ കിടക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു പ്രാർത്ഥനാ വിഷയമായി പോയി അത്. ഞാൻ നിസ്സഹായനാണ്. എനിക്കങ്ങനെ വലിയ അത്ഭുതങ്ങളൊന്നും എൻ്റെ ശുശ്രൂഷയിൽ നടന്ന ശീലങ്ങളും പരിചയങ്ങളും ഒന്നും എനിക്കില്ല. അന്ന് ഞാൻ ചെയ്തു വരുന്നത് രാവിലെ 1 ജഗ് വെള്ളം കുടിക്കും. സ്തോത്രം, ആമേൻ. 2 സഞ്ചി നിറച്ച് ഒരു 10,000 ട്രാക്ട് നിറയ്ക്കും. ഞാൻ ആ മരുഭൂമിയിലുള്ള ഓരോ ഗ്രാമങ്ങളിൽ സൈക്കിൾ ചവിട്ടി കൊണ്ടു കൊടുക്കും. സ്തോത്രം, അത് തീരുന്നതാണ് എൻ്റെ അന്നത്തെ ടച്ച്. ഭാഷ അറിയത്തില്ല, ആരുമില്ല സഹായത്തിനായി. ആമീൻ. പട്ടിണി ധാരാളം കിടന്നിട്ടുണ്ട്. ഉണങ്ങി വിറങ്ങളിച്ച ഒരു ശരീരം പോലെ എൻ്റെ ശരീരസന്നദ്ധി ആയിട്ടുണ്ട്. പക്ഷേ എത്ര പട്ടിണി കിടന്നാലും എത്ര ഞെരുക്കമാണെങ്കിലും കർത്താവിൻ്റെ വേല ചെയ്യാൻ അന്നും ആവേശമാ, ഇന്നും ആവേശമാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മനസ്സിനകത്ത് ഭയങ്കര സന്തോഷം. എന്താ? ഓരോ ദിവസവും പ്രാർത്ഥിച്ചിറങ്ങുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. കർത്താവേ, ഇന്ന് എവിടെയെങ്കിലും വെച്ച് രക്തസാക്ഷിയായി മരിക്കാൻ എനിക്ക് ഭാഗ്യം തരണേ, ആരേലും എന്നെ കർത്താവിന് വേണ്ടി കൊല്ലണേ എന്നൊക്കെ പ്രാർത്ഥിച്ചാ ഡെയിലി പോകുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ കയറരുതെന്ന് ഒരാൾ പറഞ്ഞാൽ അന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഞാൻ അവിടെ പോയിരിക്കും. ദൈവത്തിന് സ്തോത്രം. വെല്ലുവിളി കണ്ട് ആമേൻ ആമ ഓട്ടിക്കകത്ത് തലവലിച്ച് കയറുന്നവരല്ല വിശുദ്ധന്മാർ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതേ, കാഹളനാദം കേൾക്കുമ്പോൾ, യുദ്ധത്തിന് വേണ്ടിയുള്ള ധ്വനി കേൾക്കുമ്പോൾ കുതിരയുടെ കുഞ്ചിരോമം എഴുന്നേൽക്കുന്നത് പോലെ റമനഹതുനികടകസിയാന, പ്രതികൂലത്തിന്റെ നടുവിൽ തീവ്രതയോടെ നിൽപ്പാൻ, എരിവോടെ നിൽക്കുവാൻ, തീഷ്ണതയോടെ നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി എന്ത് പ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നാലും ഈ തിരുവചനം പഠിക്കുന്ന വാത്സല്യ ദൈവമക്കൾ അതിന് തയ്യാറായിക്കൊള്ളണം. ചിലപ്പോൾ ആളുകൾ നിങ്ങളെ അസഭ്യം പറഞ്ഞെന്ന് വരും. ആമേ. അല്ലെങ്കിൽ അവർ പറയും ഇതൊക്കെ പഴച്ചവരുടെ കൂട്ടത്തിൽ പോവുകയാണ്. അല്ലെങ്കിൽ ചോദിക്കും, എടാ നിന്നെ അമേരിക്കയെ എന്നാടാ കൊണ്ടുപോകുന്നേ? ആമേ, നിനക്ക് കാശ് കിട്ടാൻ സമയമായല്ലോടാ, എത്ര രൂപയ്ക്കാടാ നിന്നെ വിലയ്ക്ക് മേടിച്ച്? ധാരാളം അസഭ്യങ്ങൾ പറയും. ഞാൻ ഇറങ്ങിയ കാലത്ത് പാസ്റ്റർ എന്നാ അമേരിക്കയിൽ പോകുന്നത്, എന്നെ ചുമ്മാ വിളി കളിയാക്കാനാ പാസ്റ്റർ എന്നാ അമേരിക്കയിൽ പോകുന്നത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഈ സത്യം നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നേ പോയി രക്ഷപ്പെട്ടുകൂടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്നാലും നമ്മൾ അമേരിക്കയിൽ പോകും എന്നുള്ളതാണ് ഇവരുടെ എല്ലാം ഒരു ചിന്താഗതി. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഞാൻ ആ ഭവനത്തിൽ ചെന്നപ്പോൾ കാൽകരങ്ങൾ നിശ്ചലമായി കിടക്കുന്ന ഒരു സഹോദരി. ഞാൻ അവിടെ കുറച്ചു നേരം ഇരുന്ന് കരഞ്ഞു. പ്രാർത്ഥിക്കുകയല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊന്നുമില്ല. ഞാൻ ദൈവസ്ഥനെ ഇരുന്ന് കരയുക. കർത്താവേ, എന്റെ മുമ്പിൽ ഈ വിഷയം വന്നല്ലോ, അടിയൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മുന്നിൽ ഏത് വിഷയം വന്നാലും, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ ഓർപ്പിച്ചു, തിടുക്കത്തിൽ ഒരു തീരുമാനമെടുത്ത് നാം ഒന്നും ചെയ്യരുത്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏത് വിഷയത്തിന്റെ പിറകിൽ നിങ്ങൾക്കൊരു ദൈവശബ്ദം കിട്ടും എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കം പോലെ ശബ്ദം കിട്ടും എന്നുള്ളൊരു അർത്ഥമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അതിന്മേലൊരു നിയോഗമുണ്ടാകും, അല്ലെങ്കിൽ അതിനൊരു പ്രേരണയുണ്ടാകും, അല്ലെങ്കിൽ അതിനൊരു നടത്തിപ്പുണ്ടാകും, അല്ലെ അതിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്കൊരു വചനം തരും, അല്ലെങ്കിൽ അതിനോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു വെളിപ്പാട് തന്നെന്ന് വരും, അല്ലെങ്കിൽ ഒരു ദർശനം തന്നെന്ന് വരും. ചാടിക്കേറി തിരുതിയിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്നും പറഞ്ഞുകൊണ്ടൊന്നും. ഗുജറാത്തിൽ വെച്ച് ഒരാൾ ഭൂതമിറക്കാനായിട്ട് വന്നു. അവസാനം ഭൂതം ഇളകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി ആവുന്ന ഗുസ്തി എല്ലാം നോക്കിയിട്ട് ഞങ്ങൾ തൊട്ടിപ്പുറത്തിരിക്കുക. ആ ദൈവദാസം വന്ന് പിശാച് ബാധിച്ച മനുഷ്യന്റെ ചെവി പറഞ്ഞതാണ്, മിസ്റ്റർ, നിങ്ങളൊന്ന് എന്റെ മാനം പോകുന്ന കാര്യം ഒന്ന് വെളിയിലോട്ടെങ്കിലും ഇറങ്ങിപ്പോകാൻ. മനസ്സിലായോ? ഇൻ ദ നെയിം ഓഫ് ജീസസ് പോകാൻ പലവട്ടം പറഞ്ഞിട്ടും പിശാച് പോകാതെ വന്നപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യന്റെ ചെവി പറഞ്ഞതാണ്, മിസ്റ്റർ, എന്റെ പ്രസ്റ്റേജിന്റെ ഇഷ്യൂ ആണ്, നിങ്ങൾ ദയവായി വെളിയിലോട്ടെങ്കിലും ഇറങ്ങിപ്പോ. ദൈവമക്കളെ, സാത്താനോട് റിക്വസ്റ്റ് എന്ന കാര്യമൊന്നും ഒരു പ്രാർത്ഥിക്കുന്ന ദൈവവേദിൽ ഇല്ല. ഇന്ന് രാത്രിയിലും തിരിച്ചറിഞ്ഞുകൊള്ളണം, നിന്റെ പ്രാർത്ഥന ജൽപ്പനമല്ല, അതാത്മാവിന്റെ തലത്തിൽ കയറുമ്പോൾ അധികാരം നിറഞ്ഞ കൽപ്പന ശബ്ദമായി മാറും. സ്തോത്രം. ഞാൻ അവിടെ നിന്ന് കരയുമ്പോൾ, കർത്താവേ, അടിയൻ എന്താ ചെയ്യേണ്ടത്? കാരണം കച്ചി ഭാഷയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. അവർക്കൊരു പ്രതീക്ഷയുണ്ട്, പക്ഷേ നമ്മൾ നിസ്സഹായരാണ്. ഞാൻ ഇവിടെ ഇരുന്ന് കരയുമ്പോൾ ദൈവാത്മാവ് എന്നോടൊരു നിയോഗം നൽകി, നിന്റെ സഞ്ചിയിലിരിക്കുന്ന ഗുജറാത്തി പുതിയ നിയമം നീ അവർക്ക് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ദൈവാത്മാവ് എൻ്റെ ഉള്ളത്തിൽ ഒരു പ്രേരണ തന്നു ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കാൻ. അവർക്ക് 2 പെൺമക്കളാണ്. മൂത്ത പൈതൽ എനിക്ക് തോന്നുന്നു അന്ന് ഒരു 18 വയസ്സ്, പിന്നെ രണ്ടാമത്തേന് ഒരു 16 വയസ്സ്. ഇളയ ഒരു പൈതല ആൺകുഞ്ഞ് അവർ ആഗ്രഹിച്ചു, കിട്ടാഞ്ഞിട്ട് ഒരു ഓർഫണേജിൽ നിന്ന് എടുത്ത് വളർത്തുകയാണ്. അങ്ങനെ 3 പൈതൽ അവിടെ ഉണ്ട്. ആ കുഞ്ഞുങ്ങൾ മാതാവിനെ നന്നായിട്ട് അവർ ശുശ്രൂഷിക്കുന്നു, കരുതുന്നു, എല്ലാം ഉണ്ട്. പക്ഷേ 5 വർഷമായി കിടപ്പിലാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ കാണുന്ന ഭിത്തിയിൽ
ധാരാളം ദേവീദേവന്മാരുടെ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഈ മാതാവിന്റെ സൗഖ്യത്തിന് വേണ്ടി ഇനി നിങ്ങൾ ഏതെങ്കിലും ദേവീദേവന്മാരോട് പ്രാർത്ഥിക്കാനുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി, എല്ലാ അമ്പലങ്ങളിലും പോയി, എവിടെയൊക്കെ പുണ്യസ്ഥലങ്ങളുണ്ടോ അവിടെയെല്ലാം നേർച്ചകൾ ചെയ്തു. ഇതെല്ലാം ഞങ്ങൾ ചെയ്തു. ഇനി ഒരു ദൈവത്തെ പോലും വിളിക്കാനില്ല. ഇനി ഈ ക്രിസ്ത്യാനിയുടെ ദൈവത്തെ മാത്രമേ വിളിക്കാൻ. ഞാൻ ഈ പുതിയ നിയമം എടുത്ത മൂത്ത മകളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നേക്ക് 7 ദിവസത്തേക്ക്, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രേരണ ദൈവം തന്നു. ഇന്നേക്ക് 7 ദിവസത്തേക്ക് നിങ്ങൾ ഈ ദേവന്മാരോട് ഒന്നും പ്രാർത്ഥിക്കാതെ ഈ പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 സുവിശേഷങ്ങൾ നിങ്ങൾ വായിക്കണം. യേശു ഈ ഭൂമിയിൽ വന്ന് ശുശ്രൂഷ കാലങ്ങളിൽ യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളെല്ലാം നിങ്ങൾക്ക് ധാരാളം ഇതിൽ വായിക്കാം. ഇതിലെ ഓരോ അത്ഭുതങ്ങൾ, യേശു ചെയ്ത സംഭവങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ, യേശുവേ എൻ്റെ അമ്മയെയും ഇതുപോലെ സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ചേർന്ന് ദൈവത്തോട്, ഈ യേശുവിനോട് നിങ്ങൾ എന്നോട് സംസാരിക്കുന്ന പോലെ തന്നെ കർത്താവിനോട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയണമെന്ന് പറഞ്ഞേച്ച് ഞാൻ അങ്ങ് പോയി. എൻ്റെ വാത്സല്യ സഹോദരനെ, നെക്സ്റ്റ് 7 days ഞാൻ എങ്ങും പോയില്ല. ആ 7 ദിവസം മുഴുവൻ ഞാൻ ആ മുറിയിൽ ഇരുന്ന് കരയുകയാണ്. കർത്താവേ, അങ്ങയുടെ തിരുവചനം വായിക്കാൻ ഞാൻ പറഞ്ഞിട്ടാണ് പോരുന്നത്. അതുകൊണ്ട് ആ വചനത്തിന്റെ ശക്തി അങ്ങയുടെ ആ പരസ്യ ശുശ്രൂഷ വേളയിൽ അങ്ങയുടെ അരികിൽ വന്ന സകല രോഗികളെ അങ്ങ് സൗഖ്യമാക്കി, അശുദ്ധാത്മാക്കളെ പുറത്താക്കി, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കി, ആമേ, വർഷങ്ങൾ പഴക്കമുള്ള തീരാ രോഗങ്ങളെയൊക്കെയും അവിടുന്ന് സൗഖ്യമാക്കി. അതുകൊണ്ട് അവർ തിരുവചനം വായിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വ്യക്തമായ വിശ്വാസം. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വായിക്കുമ്പോൾ ഉറക്ക വായിക്കണം. അപ്പൊ അമ്മയ്ക്ക് കേൾക്കാം, എല്ലാവർക്കും കേൾക്കാം. ഇത് ഞാൻ അവരോട് പറഞ്ഞു. 5-ാമത്തെ ദിവസം ദൈവാത്മാവ് എന്നോടൊരു കാര്യം പറഞ്ഞു. അവർ സൗഖ്യം പ്രാപിച്ചാലും വിശ്വാസത്തിലേക്ക് വരികയില്ല. ഞാന് കർത്താവിനെ കടുംപിടുത്തം പിടിപ്പാനിടയായി. ഞാൻ പറഞ്ഞു, കർത്താവേ, അടിയനോട് കരുണ കാണിക്കണം. കാരണം ആദ്യമായിട്ടാണ് കച്ചി ഭാഷക്കാരുടെ ഇടയിൽ അങ്ങയെ പരിചയപ്പെടുത്തുന്നത്. അവർ വിശ്വാസത്തിൽ വന്നോ വരാതിരിക്കുകയോ അങ്ങയുടെ മഹത്വം ആ ഭവനത്തിൽ വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ. വെളുപ്പിന് 4 മണിയാകുമ്പോൾ ഹരീഷ് എന്ന് പറയുന്ന സഹോദരൻ പ്രാർത്ഥിക്കാൻ വരും. 7 മണി വരെ അദ്ദേഹം എന്നോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ അദ്ദേഹത്തിന് ടൈലറിങ് ജോലി, അദ്ദേഹം പോകും. പിന്നെയും ഞാൻ ഇരുന്ന് നിരന്തര പ്രാർത്ഥന, അനേക മണിക്കൂറുകൾ ഇടവിടാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് കേൾക്കണമോ? 7-ാമത്തെ ദിവസം രാവിലെ 4 മണിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹരീഷ് 5 മണിയാകുമ്പോഴേക്ക് വരും. അതേ, 4 മണിയാകുമ്പോൾ ഞാൻ മുട്ടയിലിരിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 5 മണി ആയപ്പോഴാണ് അന്ന് ഹരീഷ് എത്തിയത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ അവളെ സൗഖ്യമാക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവളെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് ദൈവാത്മാവിനോട് പറയാനിടയായി. വന്നുടനെ ഹരീഷിനോട് പറഞ്ഞു, ഹരീഷ്, സ്തോത്രം, പരിശുദ്ധാത്മാവ് എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു, ആ സഹോദരിയെ ദൈവം സൗഖ്യമാക്കിയിരിക്കുന്നു. അദ്ദേഹം ബ്രാഹ്മണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതാ. 3 പ്രാവശ്യം ബൈബിൾ വലിച്ചു കീറിക്കളഞ്ഞ മനുഷ്യനായിരുന്നു അദ്ദേഹം. പിന്നീട് കർത്താവ് സ്വപ്നത്തിലും ദർശനത്തിലൂടെ ഇടപെട്ട് യേശുവിനെ കണ്ടിട്ട് കർത്താവിൽ വന്നതാണ് ഹരീഷ്. സ്തോത്രം. അങ്ങനെ ഞാൻ പറഞ്ഞു, നമുക്ക് കൃത്യം അതേ നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ നമുക്ക് അവിടേക്ക് പോകാം. സഹോദരങ്ങളെ, ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ പാറ പോലെ ഉറപ്പുള്ളതായിരിക്കും. അത് പകൽ പോലെ സത്യവുമായിരിക്കും. ഇന്ന് രാത്രിയിലും ഞാൻ താഴ്മയോട് ഓർപ്പിക്കട്ടെ, ഈ ദിവസങ്ങളിൽ തിരുവചനം നമ്മുടെ ഉള്ളത്തോട് ഇടപെടുമ്പോൾ അത് പൂർണ്ണമായി അങ്ങ് വിഴുങ്ങണം കേട്ടോ. അതങ്ങ് അനുഭവിക്കണം കേട്ടോ. അത് നിങ്ങളുടെ ശരീരത്തിൽ, അത് നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ, അത് നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മാംസപേശികളിൽ, നാഡി നരമ്പുകളിൽ, രക്തധമനികളിൽ അത് ജീവനായി, സൗഖ്യമായി, വിടുതലായി, ആശ്വാസമായി, സ്വസ്ഥതയായി വ്യാപരിക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം അതിൽ പ്രമാണഗതിനി. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ ഓട്ടോ വിളിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ സ്തോത്രം, അവര് ഞങ്ങളെ കൈക്കൊണ്ടു. ഞാൻ നോക്കിയപ്പോ ഒരു മാറ്റവും ഇല്ല, അങ്ങനെ കിടക്കുക. പക്ഷെ കർത്താവിനോട് പറഞ്ഞത് ഞാൻ അവരെ സൗഖ്യമാക്കിയെന്ന. ഇപ്പൊ ഞാനിങ്ങനെ അവിടെ കസേരയിൽ വന്ന്
എന്റെ ദൈവം രാവിലെ എന്നോട് അരുളി ചെയ്തതാണല്ലോ കർത്താവേ, പിന്നെന്താണ്, ഒന്നും നടന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ആ സഹോദരിയുടെ മുഖം നല്ല പ്രകാശപൂരിതമാണ്. വാടിയ മുഖം മാറി, നിരാശ മാറി, സന്തോഷവതിയായിട്ടാണ് കിടക്കുന്നത്. സ്തോത്രം. അല്പം കഴിഞ്ഞപ്പോൾ മൂത്ത മോളെ വിളിക്കുകയാണ്, എനിക്ക് എഴുന്നേൽക്കണമെന്ന്. സ്തോത്രം, സ്തോത്രം. അമേ മുച്ചെ ഉണ്ണാമന്തി, മുച്ചെ ചലനാമന്തി, എനിക്ക് അമേ എഴുന്നേക്കണം. അവര് ചാരിയിരുത്തി. ആ കൊച്ചുങ്ങൾ നോക്കുമ്പോൾ തളർന്ന് ജീവൻ നഷ്ടപ്പെട്ട ശരീരത്തിന്റെ കൈകളുടെ വിരലുകളൊക്കെ അനങ്ങാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. നമ്മളൊന്നും ചെയ്തില്ല, ഞാൻ കൈവച്ചില്ല, ഞാൻ അവരുടെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിച്ചില്ല, അവരുടെ സൗഖ്യത്തിന് വേണ്ടി പരസ്യമായിട്ട് ഒന്നും ചെയ്തില്ല. സ്തോത്രം, സ്തോത്രം. ആ കൊച്ചുങ്ങള് ചാരി ഇരുത്തുകയാണ്. അപ്പോഴേക്കും കൊച്ചുങ്ങൾ നിലവിളി തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അല്പം കഴിഞ്ഞപ്പോൾ അവരുടെ കാലുകൾ, വിരലുകളൊക്കെ ചലിക്കാൻ തുടങ്ങുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. അവരെ കട്ടിലേന്ന് ചരിച്ചിരുത്തി. അവരുടെ കാലുകൾ മടങ്ങാൻ തുടങ്ങി. നാളുകളായി അമ്മ മടങ്ങാതിരുന്ന കാല് മടങ്ങുകയാണ്. ആ കട്ടിലിൽ പെതുക്കെ ഇരുന്ന് ആമി ആടുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ അവര് 3 പേരൂടെ ചേർന്ന് ആ അമ്മയെ പിടിച്ചു നിർത്തി. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, 4 മണിക്ക് കർത്താവ് പറഞ്ഞപ്പോഴേക്കും അവരുടെ ശരീരത്തിൽ അത് വ്യാപരിച്ചു കഴിഞ്ഞു. അവരോ അതറിഞ്ഞില്ല. യേശുവിന്റെ നാമത്തിൽ ജയം. ഇന്ന് രാത്രിയിലും തിരുവചനം കേൾക്കുമ്പോൾ നീ അറിഞ്ഞില്ലെങ്കിലും നിന്റെ ആന്തരിക അവയവങ്ങളുടെ കേടുമാറ്റുവാൻ, നിന്റെ ഇൻഫെക്ഷനുകൾ മാറ്റുവാൻ, നാളുകളായി പഴക്കം ചെന്ന രോഗാത്മാക്കൾ അത് വിട്ടുമാറുവാൻ, അവനത്തിന്റെ ഉള്ളറകളിൽ അതിവേദനകളാൽ പുറത്തു പറയാൻ കഴിയാതെ ആവലാതിയോടെ, ഞെട്ടലോടെ, ഉൾഭയത്തോടെ, നെടുവീർപ്പോടെ രാവും പകലും ആമയെ ആദിയെരിഞ്ഞു കഴിയുന്ന നിന്റെ കിടപ്പറയെ നോക്കി ഈ രാത്രി ദൈവാത്മാ വിളിച്ചു പറയുകയാണ്, അവൻ ശമനം വരുത്താൻ പോകുകയാണ്, നിന്നെ ഫ്രീ ആക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. എല്ലാ മാന്യമായ അനുഭവങ്ങളും മാറി ഉയിർ വീഴുവാന്റെ കവണം ദൈവാത്മാ അവിടെയാക്കുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ മക്കളെ, ആ മാതാവ് കുഞ്ഞുങ്ങളുടെ തോളിൽ കൈവയ്ക്കുന്നതും ആമെ പെതുക്കെ അവരെ നടത്തുന്നതും ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പരസഹായം കൂടാതെ ആ പ്രിയപ്പെട്ടവൾ നടക്കുന്നത് കാണുവാൻ കർത്താവ് കൃപ നൽകി. അപ്പോഴേക്കും അതിഭയങ്കരമായ ബഹളമാ വീട്ടിൽ. സ്തോത്രം. പിള്ളാര് വെളിയിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഭഗവാനകമാര ഗർമ്മയായ ദൈവം ഞങ്ങളുടെ വീട്ടിൽ വന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം. നിങ്ങൾക്കറിയാമോ, ആ വില്ലേജിനകത്ത് കുടിലുകൾ പോലെയാണ് കെട്ടി ആളുകൾ, നിവാസികൾ താമസിക്കുന്നത്. ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു 10-85 പേര് അവിടെ കൂടി വന്നു. വരുന്നവർ എന്റെ കാലേ വീഴാൻ നോക്കുകയാണ്. അപ്പൊ ഞാൻ അവരോട് പറയുന്നു, മേത്തോ ഭഗവാൻ നെയ്യേ, ഞാൻ ഇവരെ തൊട്ടില്ല, ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ ഉയർത്തി കാണിച്ചത് ഈ ദൈവ വചനം വായിച്ചപ്പോൾ യേശു അവരെ സൗഖ്യമാക്കി. ഓ റബാനാദിശതുനിയാരഗസി, നിങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്ന മഹാദൈവത്തിന്റെ പുസ്തകത്തിന്റെ മഹത്വം രുചിച്ചറിയണം. നിങ്ങൾ വായിക്കുന്ന വചനത്തിന്റെ മഹത്വം രുചിച്ചറിയണം. നിങ്ങൾ കേൾക്കുന്ന വചനത്തിന്റെ മഹത്വം രുചിച്ചറിയണം. നാളെ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ കേൾപ്പിക്കാൻ പോകുന്ന വചനത്തിന്റെ മഹത്വം നിങ്ങൾ തിരിച്ചറിയണം. ഇത് വെളുത്ത കടലാസിലുള്ള കറുത്ത മഷിയല്ല സുഹൃത്തേ, ഇത് ജീവനുള്ള ദൈവത്തിന്റെ ശ്വാസത്തിന്റെ ബ്രീത്തഡ് വേർഡാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിന്റെ മഹത്വം തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. ഞായറാഴ്ച ദിവസമായപ്പോൾ ചർച്ചിൽ ഇരിക്കാൻ സ്ഥലമില്ല. സ്തോത്രം. ആ പ്രാർത്ഥനാ സ്ഥലത്തെ ആളുകൾ പുറത്തു നിൽക്കുക, നിറഞ്ഞ് കവിഞ്ഞ് കച്ചി ഭാഷക്കാര് മുഴുവൻ അവിടെ വന്നു. അപ്പോഴേക്കും അതറിഞ്ഞ് BJP ബജരംഗദളായ ആളുകൾ മുഴുവൻ ബഹളമായി അവരുടെ വീട് ചുടുമെന്നുള്ള തീരുമാനത്തിലെത്തി. അവരെ അതിനകത്തിട്ട് ചുട്ടുകൊല്ലും എന്നുള്ള ഭീഷണി. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഞങ്ങൾ മരിക്കാൻ റെഡിയാ, ഞങ്ങൾ ചാകട്ടോ പാതിരി സാബ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഇപ്പോൾ രഹസ്യമായി നിൽക്കുക. നിങ്ങൾ പബ്ലിക്കിൽ അതാക്കണ്ട. ദൈവം നിങ്ങൾക്ക് ഫ്രീഡം തരുന്ന ഒരു സമയം വരും. നിങ്ങൾക്കറിയാമോ, ഈ പ്രാവശ്യം 36 വർഷങ്ങൾക്ക് ശേഷം, സ്തോത്രം, ഞാൻ കച്ചിൽ ചെന്നപ്പോൾ അന്ന് ഏതാണ്ട് 14:10 ഒരു മുറിയിൽ ആരാധന നടന്നത്. ഇന്ന് ഒരു 400 പേരിരിക്കാവുന്ന
ഒരു വലിയ ആലയം അവിടെ ഉണ്ട്. 300-ലധികം ആളുകൾ ഇന്നവിടെ ആരാധനയ്ക്കുണ്ട്. അവിടുത്തെ ദൈവദാസൻ എന്നോട് പറഞ്ഞത്, അദ്ദേഹം അന്ന് ബാലനായിരുന്നു ഗാന്ധിധാം ചർച്ചിൽ. എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പാദ്രി സാബ് ആപ്നെ ഉസ് ദിനോ മേം ബരാബർ ഇധർ ബോയാ ഹൈ അഭി ഹം കാട്ട് രഹാ ഹൈ. പ്രൈസ് ദി ലോർഡ്. ആ കാലങ്ങളിൽ നീ ഇവിടെ നന്നായി വിതച്ചിട്ട് പോയി, ഒത്തിരി കഷ്ടം സഹിച്ചു, ഒത്തിരി വേദന സഹിച്ചു, ഉപദ്രവങ്ങൾ, അതേ വളരെ മാനസികമായ പീഡനങ്ങൾ, പ്രാണഭയത്തിൽ ഓടി ഒളിച്ച അനേക സന്ദർഭങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അസാധാരണമായ ഒരു കൊയ്ത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുക. എത്ര പേർക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണം ദൈവവചനത്തിന്റെ മഹത്വം. ആ വചനം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞേ, ഇതെനിക്കെടുക്കാൻ എന്റെ ദൈവം നൽകിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കറുത്ത വേദപുസ്തകം എന്ന് പറഞ്ഞ് നിന്നെ തരം താഴ്ത്തുമ്പോൾ ഓർത്തുകൊള്ളണം, ജീവന്റെ വചനമാ നീ പിടിച്ചിരിക്കുന്നത്. മഹാദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുഴുവൻ കലവറയാണ് നിന്റെ കയ്യിലുള്ളത്. ഇത് നീ എടുത്തത് കൊണ്ട് ലോകം മുഴുവൻ നിനക്കെതിരായാലും ഈ പ്രപഞ്ചത്തെ വാക്കുകൊണ്ട് കൽപ്പിച്ചുണ്ടാക്കിയ സർവശക്തൻ എന്റെ സ്നേഹിതനായ കൂട്ടുവേലക്കാരനായ സുനിൽ ചെറിയാൻ ഒരിക്കൽ പറഞ്ഞു, തന്റെ മാതാവ് ഒരു യോഗത്തിൽ പോയി രക്ഷിക്കപ്പെട്ടു. വീട്ടിൽ വന്നപ്പോൾ അപ്പൻ അതറിഞ്ഞു. ഒരു ദിവസം ആ മാതാവ് പോയി സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ട കാര്യം, പുള്ളി ഇലക്ട്രിസിറ്റിയിൽ ജോലിക്കാരനായിരുന്നു. വിവരം അറിഞ്ഞപ്പോൾ, എടാ നിന്റെ ഭാര്യ കലക്കവെള്ളത്തിൽ മുങ്ങിയത് ഞങ്ങൾ അറിഞ്ഞടാ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. ആ മാതാവ് എന്നെ 14 വർഷം എരുത്തിലിലാ കടത്തി. സ്തോത്രം. 14 വർഷം. എന്ന് നീ പെന്തിക്കോസ് വിടുമോ അന്ന് നിന്നെ വീട്ടിൽ കയറ്റും. പക്ഷെ ആ എരുത്തിലിൽ വസിച്ച ആ പ്രിയപ്പെട്ടവൾ 14 വർഷം കഴിഞ്ഞപ്പോൾ തന്റെ പ്രിയപ്പെട്ടവൻ രക്ഷിക്കപ്പെടാനിടയായി. സ്തോത്രം. ആ മാതാവിന്റെ മകൻ എന്റെ കൂട്ടുവേലക്കാരനായിരുന്നു. ഒരിക്കൽ പകർന്ന ആ അഭിഷേകത്തിന്റെ ആ തലത്താൽ പ്രവചനത്തിനെതിരായിരുന്ന, അന്യഭാഷയ്ക്കെതിരായിരുന്ന ആൾ ഒരു ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള മീറ്റിംഗിൽ അസാധാരണമായ ആത്മപകർച്ചയുണ്ടായി. സ്തോത്ര. പ്രവചനത്തിനെതിരായി ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം പ്രവചനാത്മാവിനാൽ പുള്ളിയെ നിറച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് പകർന്ന അഭിഷേകത്താൽ പിൽക്കാലത്ത് അദ്ദേഹം 10,000-ഓളം ആളുകളെ സ്നാനപ്പെടുത്താനിടയായി. ദൈവമക്കളെ, ഞാൻ താഴ്മയോട് പറയട്ടെ, ഇന്ന് രാത്രിയിൽ നാം പഠിക്കുന്ന വചനത്തിന്റെ ശക്തി, പഠിക്കുന്ന വചനത്തിന്റെ മഹത്വം, അതിന്റെ തലങ്ങൾ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മാസയോഗത്തിന് പോകുമ്പോൾ 87 വയസ്സുള്ള ഒരു അമ്മച്ചിയുടെ കൂടെ മാസയോഗത്തിന് പോവുകയാണ്. സ്തോത്രം. മാസയോഗത്തിന് പോകുമ്പോൾ ഈ അമ്മച്ചി കൂനിയാണ് നടക്കുന്നത്. പക്ഷെ അമ്മച്ചിക്ക് ഭയങ്കര സ്പീഡാ. അപ്പോൾ അമ്മച്ചി, ഞങ്ങളൊരു 6-7 കിലോമീറ്റർ നടന്ന് വേണം ചാലിയക്കര ചെല്ലാനായിട്ട്. അപ്പൊ അമ്മച്ചി ഇങ്ങനെ പോകുമ്പോ ഭയങ്കര സ്പീഡിലാ, കൂനിയായിട്ട് പോകുന്നെങ്കിലും ഭയങ്കര ഇതാ. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മച്ചി ജനിച്ചപ്പോഴേ അമ്മച്ചിക്ക് കൂനുണ്ടായിരുന്നു? ഇല്ല മക്കളെ, സ്നാനപ്പെട്ടെന്റെ അന്ന് കിട്ടിയതാണ് ഈ കൂന്. ഞാൻ പറഞ്ഞു, സ്നാനപ്പെടുമ്പോ കൂനി പോവോ? സ്തോത്രം. അല്ല, അന്ന് മുതിര തല്ലിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ അവിടെ സ്നാന ശുശ്രൂഷ നടത്തുക പുഴയിൽ. അപ്പോൾ ആ ദൈവദാസൻ ഇങ്ങനെ ഈ സ്നാന ശുശ്രൂഷ നടത്തുമ്പോൾ ആരോ എന്നെ വലിച്ചോണ്ട് അങ്ങോട്ട് പോകുന്ന പോലെ എനിക്ക് ഫീലിംഗ് ആയി. ഭയങ്കര സന്തോഷം. അദ്ദേഹം പ്രസംഗിച്ച വചനങ്ങളെല്ലാം എൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, മാറിയുടുക്കാൻ തുണിയില്ലേലും ഇന്ന് കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാൻ അതേ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു, ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. അദ്ദേഹം ഈ അമ്മച്ചിയെ കാണുന്നില്ല. അമ്മച്ചി സൈഡിൽ നിന്ന് ആട്ടിനെ തീറ്റുക. ഇത് അമ്മച്ചിയോട് പറയുന്നതായി അമ്മച്ചിക്ക് ഉറപ്പ് കിട്ടി. സ്തോത്രം. അമ്മച്ചി നേരെ ആടിനെയും കളഞ്ഞു വെച്ച് നേരെ ആറ്റിച്ചെന്ന് അമ്മച്ചി സ്നാനപ്പെട്ടിട്ട് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, എടാ നിന്റെ പെമ്പള, അന്നത്തെ ഭാഷ ചെയ്താ, നിന്റെ പെമ്പള കലക്കവെള്ളത്തിൽ മുങ്ങിയടാ. സ്തോത്രം. ഇത് കേട്ട് അപ്പച്ചൻ മുതിര തല്ലുന്ന ആ വടി വെച്ച്, ഇനി നീ സ്നാനപ്പെടുവോടി എന്ന് ചോദിച്ച് നടുവിനൊറ്റ അടി അടിച്ചതാ. അന്ന് അമ്മച്ചി പെതുക്കെ അമ്മച്ചിക്ക് നട്ടലിന് പ്രശ്നമായി കൂനിപ്പോയി. അപ്പൊ ഞാൻ വളരെ സങ്കടത്തോട് ഞാൻ പെട്ടെന്ന് അങ്ങ് നിന്നു. ഞാൻ എൻ്റെ നടപ്പ് അങ്ങ് നിന്നിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ അമ്മച്ചി അങ്ങനെ സംഭവിച്ചല്ലോ. അപ്പൊ അമ്മച്ചി ഒട്ടനെ എന്നോട് പറയാ, അങ്ങനെ പറയാതെ, ആ ബലം കൊണ്ടാണ് ഞാൻ ഇന്നുവരെയും കർത്താവിനെ സാക്ഷിച്ചു നിൽക്കുന്നത്. ഓ പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി വില കൊടുത്തവരുടെ വീര്യം കൂടെ
നമ്മൾ തിരിച്ചറിയണം. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് വേണ്ടി കർത്താവ് വന്നു. സത്യതൽപരരായവരൊക്കെയും അവന്റെ വാക്ക് കേൾക്കുന്നു. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, തിരുവചനം കേൾക്കുവാൻ പ്രാപ്തിയുള്ള സകല മനുഷ്യരും അതേ ദൈവത്തിന്റെ ദാസനായ എസ്രാ ശാസ്ത്രി കൊണ്ട് നിർത്താൻ ഇടയായി തീർന്നു. നാം തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ ആരാധനയ്ക്ക് ദൈവവചനത്തിന്റെ സ്വാധീനം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രൈസ് ഗോഡ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെ ആരാധിക്കേണ്ടത്, ആരെ ആരാധിക്കണം, എവിടെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, ഇതൊന്നും തിരിച്ചറിയാതെ പോകുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇതിന്റെ അർത്ഥവും ഇതിന്റെ ലക്ഷ്യവും തിരിച്ചറിയാതെ ആരാധിക്കുന്നവരാണ് പലപ്പോഴും മനുഷ്യർ. സൃഷ്ടിയായ മനുഷ്യൻ ആരാധനയിലൂടെയാണ് സൃഷ്ടാവായ ദൈവത്തിന്റെ അടുക്കൽ എത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ദൈവം മനുഷ്യനെ പോലെ ഒരിക്കൽ ഉണ്ടാക്കപ്പെട്ടതല്ല. ദൈവത്തിന്റെ സ്തോത്രം. പ്രത്യുത ഉള്ളവനാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവത്തിന് ആരംഭവും അവസാനവുമില്ല. ആരംഭവും അവസാനമില്ലാത്ത ദൈവം ആരാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാനിടയായി. അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, നിത്യനാണ്, പരിശുദ്ധനാണ്. സ്തോത്രം. അതുകൊണ്ട് മഹാദൈവത്തിന് മാത്രമേ ആരാധനയ്ക്ക് യോഗ്യൻ എന്ന് പറയാൻ നമുക്ക് കഴിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എന്നാൽ ദൈവത്തിന്റെ ഈ ആളത്വങ്ങളെ മനസ്സിലാക്കാതെയാണ് മിക്ക മനുഷ്യരും ആരാധിക്കുന്നത്. അതുകൊണ്ട് ആരാധന എന്ന വിഷയത്തെക്കുറിച്ച് അല്പം നന്നായി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യന്റെ ആത്മാവുമായി ബന്ധമുള്ള വിഷയമാണ് ആരാധന. അതുകൊണ്ട് ഒരു മനുഷ്യനും ആരാധന എന്ന വിഷയത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞിരിക്കാൻ, വിമുക്തമായിരിക്കാൻ കഴിയില്ല. അപ്പൊ പലപ്പോഴും മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും നാം നമ്മോട് തന്നെ ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ആരാധന എന്നാൽ എന്ത്, ആരെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, എവിടെ ആരാധിക്കണം, ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ നമ്മൾ നീണ്ടു പോവുകയാണ്. അപ്പോൾ ദൈവം, മനുഷ്യൻ എന്നിവയുടെ മധ്യത്തിലുള്ള ഏക വിഷയമാണ് ആരാധന. അപ്പൊ അതിന്റെ പ്രാധാന്യം എത്ര വലുതാണ്. ഉദ്ദേശ ലക്ഷ്യത്തോടും ഹൃദയവാഞ്ചയോടും കൂടെ വേണം നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തിന്റെ തേജസ്സിന്റെ സാന്നിധ്യം നാം തിരുവചനം പഠിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളറകളിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട്? അപ്പൊ ഇന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും ഒരു സിദ്ധിയുള്ളവരായി, ഒരു രോഗശാന്തി നടന്നാൽ, ചില ഭൂതശാന്തി നടന്നാൽ പിന്നെ മനുഷ്യ ദൈവങ്ങളാക്കുകയാണ്. അടുത്ത കാലത്ത് നമ്മൾ കണ്ടു, ഒരു മുഖ്യമന്ത്രി മരിച്ചു, അടക്കം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പം പര്യടനങ്ങൾ ആളുകൾ നടത്തുകയാണ്, ആരാധനയ്ക്ക് പോവുകയാണ്, പല പ്രാർത്ഥനാ വിഷയങ്ങൾ അവിടെ കൊണ്ടു ചെന്ന് ഇടുകയാണ്. ഓരോ സഭാ നേതാക്കന്മാർ മരിച്ചു കഴിയുമ്പോൾ എത്രയോ മൈലുകൾ നടന്നാണ് അവരുടെ കല്ലറകളിലേക്ക് ചെല്ലുന്നത്. കാര്യം അവരെ ആരാധിക്കുകയാണ്. അപ്പോൾ അത് ഓരോ സീസണിൽ അതിനുവേണ്ടിയുള്ള കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ചോദ്യം, അവർ സർവശക്തനായിരുന്നെങ്കിൽ അവർ മരിക്കുമായിരുന്നോ? അപ്പോൾ ദൈവത്തിന് മാത്രം കൊടുക്കേണ്ട ആരാധന മനുഷ്യർക്ക് കൊടുക്കുന്നത് ശരിയോ? അല്ല, തെറ്റാണ്. അപ്പോൾ മനുഷ്യനെ ആരാധിക്കാമോ? പാടില്ല. എന്തുകൊണ്ട്? നമ്പർ 1, അവൻ ക്ഷണികനാണ്. എഴുതി വെക്കണം. 1, അവൻ ക്ഷണികനാണ്. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാണ്, വയലിലെ പൂ പോലെ അവൻ പൂത്ത് വൈകിട്ട് വാടി കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ ദൈവശക്തിയാൽ വാക്കുകൾ കൊണ്ടും നിഴൽ കൊണ്ടും വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത പത്രോസ്ലീഗയെ വരുത്തി അവന്റെ പ്രസംഗം കേൾക്കാൻ ദൈവം ഒരിക്കൽ പട്ടാള മേധാവിയായ കൊർന്നല്യോസിനോട് തന്റെ പ്രാർത്ഥനാ സമയം ദൂതൻ മുഖാന്തരം അരുളി ചെയ്ത കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാനിടയായി. പത്രോസിൽ വീട്ടിലെത്തിയ ഉടനെ കൊർന്നല്യോസ് അവന്റെ കാൽക്കൽ വീണു, നമസ്കരിച്ചു. എന്നാൽ നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞാണോ പത്രോസ് അവിടെ ഇരുന്നത്? പത്രോസ് എന്താണ് പറഞ്ഞത്? നമ്മൾ വായിക്കുന്നത്, എഴുന്നേൽക്ക. അപ്പോസ്തലപ്രവൃത്തി 10-ാമത്തെ അധ്യായം 25, 26 വാക്യം ഒന്ന് വായിക്കണേ റോമച്ച. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 25, 26 എടുത്തവർക്ക് വേഗം വേഗം വായിക്കാം. യെസ്, എന്താ എഴുതിയിരിക്കുന്നത്? പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസോ, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു.
ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ചോദ്യം, ഇന്നലകളിൽ മരിച്ചുപോയ അതേ മനുഷ്യരെ ദൈവങ്ങളാക്കി ഈ ആളുകൾ, സഭാ പ്രസ്ഥാനങ്ങൾ അതേ ഈ ആരാധനകൾ നടത്തുമ്പോൾ അത് ശരിയോ? വചന വെളിച്ചത്തിൽ എത്ര ശതമാനം തെറ്റാണ്? 101% അത് റോങ് ആണ്. സ്തോത്രം. എന്തുകൊണ്ട്? അവർ ദൈവമല്ല, മനുഷ്യരാണ്. അവർ ജനിച്ചു, അവർ മരിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രണ്ടാമത്തേത്, എന്തുകൊണ്ട് മനുഷ്യരെ ആരാധിച്ചുകൂടാ? ഒന്നാമത്തേത്, അവൻ ക്ഷണികനാണ്. 2, അത് വ്യർത്ഥമാണ്. എന്ത്? 2, അത് വ്യർത്ഥമാണ്. എഴുതി വെക്കണം. കാരണം നിങ്ങൾ ദൈവവചനം പറയുമ്പോൾ ഇതൊക്കെ തെളിയിച്ചു കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ഊഹാഭോഗത്തിൽ അത് ഇതനുസരിച്ചില്ല നിന്നെ ദൈവം തട്ടിക്കളയുന്നൊന്നും അല്ല. അതൊന്നും അല്ല സുവിശേഷം. വാശിയിലും വൈരാഗ്യത്തിലും ഒന്നും പറയരുത്. നമുക്ക് അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. 2, അത് വ്യർത്ഥമാണ്. എന്താ അതിന് തെളിവ്? അതേ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 15-ാം വാക്യം. എന്താണ് അവിടുത്തെ സംഭവം? ജന്മനാ മുടന്തുള്ള ഒരുവൻ പൗലോസ്ലീഹായുടെ വാക്കിനാൽ ലുസ്രയിൽ വെച്ച് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. അവൻ ജന്മനാ മുടന്തനാണ്. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇതാ ദേവന്മാർ മനുഷ്യരൂപത്തിൽ. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, കച്ചി ഭാഷക്കാരുടെ ഇടയിൽ തളർന്നു കിടന്ന സഹോദരി നാം തൊടാതെ, നാം പ്രാർത്ഥിക്കാതെ അവിടെ സൗഖ്യമായി. എങ്ങനെ? അവർ ദൈവവചനം വായിച്ചപ്പോൾ, വായിച്ചു കേട്ട വചനഭാഗങ്ങളിലൂടെ അവരിൽ ഉണ്ടായ വിശ്വാസം, ആ വിശ്വാസത്തിന് ആധാരമായി കർത്താവിന്റെ വചനം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അതെത്ര പഴക്കം ചെന്ന വിഷയമാണെങ്കിലും, ഒരു സാധ്യതയില്ലാത്ത വിഷയമാണെങ്കിലും, അതിന്മേലൊരു വിടുതൽ സ്വർഗം പ്ലാൻ ചെയ്തതാണെങ്കിൽ, നിന്റെ കേടുപിടിച്ച അവയവമായാലും തകർന്ന അവസ്ഥയായാലും അതിന്മേലൊരു വിടുതൽ ദൈവം അയച്ചിരിക്കും. സ്തോത്രം. നമ്മളെ വീട്ടിൽ നിന്ന് ഇന്ന് കാറ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റിമോട്ട് സിസ്റ്റം ഉണ്ടല്ലേ? അതെല്ലാം ഒരു വിരൽത്തുമ്പിൽ നടക്കുന്ന കാര്യങ്ങളാ അല്ലേ? ആമീ 10,000-കണക്കിന് കിലോമീറ്ററുകൾ അകലേക്ക് പോകുന്ന അതേ പേടകങ്ങളെ അതേ കൺട്രോൾ റൂമിൽ ഇരുന്ന് സയന്റിസ്റ്റുകൾ നിയന്ത്രിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആമീ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ, ഇവയൊക്കെ മനുഷ്യബുദ്ധി ഉണ്ടാക്കിയെങ്കിൽ, എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ആമേ 1400 1700 കിലോഗ്രാം ആമേൻ ഉള്ള, അല്ലെ 1700 ഗ്രാം മാത്രമുള്ള, അല്ലെ 1500 ഗ്രാം മാത്രമുള്ള മനുഷ്യന്റെ തലച്ചോറ് കൊണ്ട് ഇതൊക്കെയും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, കാണുന്നതിനെയൊക്കെയും ദൈവം കൈകൊണ്ടല്ല മെനഞ്ഞത്, കൽപ്പിച്ചാണ് ഉണ്ടാക്കിയത്. സ്തോത്രം. ഉണ്ടാകട്ടെ, ഉണ്ടായി. പെരുകട്ടെ, പെരുകി. കൂടട്ടെ, കൂടി. മുളച്ചു വരട്ടെ, മുളച്ചു വന്നു. പറക്കട്ടെ, പറന്നു. പെരുകട്ടെ, പെരുകി. ഓ യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. നാം കാണുന്നതിനെയൊക്കെ എന്റെ ദൈവം, നാം പ്രസംഗിച്ച് കേൾക്കുന്ന, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന, നിങ്ങൾ വായിക്കുന്ന തിരുവചനത്താൽ സകലതും അവന്റെ വാക്കിനാലുള്ളവായി. എന്നാൽ ദൈവം മനുഷ്യരുണ്ടാകട്ടെ എന്നൊരു വാക്ക് കൽപ്പിച്ചിരുന്നെങ്കിൽ പ്രപഞ്ചം മുഴുവൻ മനുഷ്യരുണ്ടായ. എന്നാൽ ദൈവം മെനഞ്ഞാണ് ഉണ്ടാക്കിയത്. ദൈവം മെനഞ്ഞാണ് ഉണ്ടാക്കിയത് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഒന്ന്, മനുഷ്യനെ ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥാനത്ത് മനുഷ്യർക്ക് ആരാധന കൊടുക്കരുത്. എത്ര അറിവുള്ളവരാണ്, പക്ഷെ അവർക്ക് വെളിവ് വരുന്നില്ല. ആമേ, എത്ര ബോധമുള്ളവരാണ് അവരെല്ലാവരും, പക്ഷേ സ്വബോധം വരുന്നില്ല. സ്വബോധം വന്നെങ്കിൽ മാത്രമേ സ്വർഗത്തെക്കുറിച്ച് ബോധം വരികയുള്ളൂ, അപ്പനെ കുറിച്ച് ചിന്ത വരികയുള്ളൂ, സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ചിന്ത വരികയുള്ളൂ. ഇന്ന് രാത്രിയിലും ഞാൻ താഴ്മയോട് ഓർപ്പിക്കട്ടെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ വായിക്കുന്ന വചനത്തിന്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ ആദ്യം വ്യാപരിക്കണം. അത് പിന്നീട് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വ്യാപരിക്കണം. അത് നിങ്ങളിൽ വ്യാപരിച്ചാൽ നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ അത് വ്യാപരിക്കും. നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വ്യാപരിച്ചാൽ നിങ്ങളുടെ തലമുറയിൽ അത് വ്യാപരിക്കും. ഉടനടി അവർ നിങ്ങളെ ഫോളോ ചെയ്തില്ലെങ്കിലും, ഉടനടി നിങ്ങളെപ്പോലെ പ്രാർത്ഥിച്ചില്ലെങ്കിലും, ഉടനടി അവർ നിങ്ങളെപ്പോലെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചില്ലെങ്കിലും അവർ പുറകെ വരും.
നമ്മൾ പലപ്പോഴും ആത്മീയ എന്ന് പറയുന്ന 3 ദിവസത്തെ ഉപവാസം, 7 ദിവസത്തെ ഉപവാസം, അല്ലെങ്കിൽ 40 days ഉള്ള പ്രയർ, ഇങ്ങനെയുള്ള ദിവസങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയല്ല സഹോദരങ്ങളെ, അതൊക്കെ നിയോഗത്തിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ റെഗുലറായിട്ട് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണം. അപ്പോൾ അവൻ ക്ഷണികനാണ്. അപ്പൊ മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാണ്, വയലിലെ പൂ പോലെ അവൻ പൂത്ത് വൈകിട്ട് വാടി കൊഴിഞ്ഞു പോകുന്നു. എന്നാൽ ദൈവശക്തിയാൽ വാക്കുകൊണ്ടും ആമേൻ അതേ നിഴൽ കൊണ്ടും വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത പത്രോസ്ലീഹായെ വരുത്തി അവന്റെ പ്രസംഗം കേൾക്കാൻ ദൈവം ഒരിക്കൽ പട്ടാള മേധാവിയായ കൊർന്നല്യോസിനോട് പറഞ്ഞ് അവന്റെ വീട്ടിലെത്തിയപ്പോൾ ദൂതൻ പറഞ്ഞിട്ടു വന്ന വ്യക്തി ആയതുകൊണ്ടാണ് പത്രോസിന്റെ കാൽക്കൽ അദ്ദേഹം വീണത്. സ്വർഗത്തിൽ നിന്ന് ദൂതൻ വന്നിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പോൾ അവര് വിചാരിച്ച് എന്താണ്, ഭൂമിയിലെ ദേവൻ വല്ലോ ആയിരിക്കും ഇത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഓ ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ദൈവം എന്റെ പേര് വെളിപ്പെടുത്തിയിട്ട് എൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാൻ വന്ന ആളുകളുണ്ട്. ഞാനത് മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞതായതുകൊണ്ട് ഞാനിപ്പോൾ അത് ആവർത്തിക്കുന്നില്ല. 2 വ്യർത്ഥമാണ്. എന്താണ് നമ്മൾ വായിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 14:15. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? നിങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് അപ്പൊ നമ്മൾ പശ്ചാത്തലം മനസ്സിലാക്കണം. ജന്മനാ മുടന്തുള്ള ഒരുവൻ പൗലോസ്ലീഹായുടെ വാക്കിനാൽ ലുസ്രയിൽ വെച്ച് പൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ, ഇതാ ദേവന്മാർ, അവിടുത്തെ ക്ഷേത്രത്തിലെ പൂജാരിമാരെല്ലാം വേഗത്തിൽ പുറത്തിയാടി. അവര് ചിന്തിച്ചത്, ആ ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈവൻ മൃഗങ്ങളെ അറുത്ത് അവർക്ക് യാഗം കഴിപ്പാനെത്തി എന്ന് എഴുതിയിരിക്കുന്നത്. ആരുടെ മുമ്പിൽ? പൗലോസിന്റെ മുമ്പിൽ മൃഗങ്ങളെ യാഗമർപ്പിച്ചത് ദേവന്മാരാണെന്ന് ചിന്തിച്ച് യാഗമർപ്പിക്കാനായി വന്നപ്പോൾ പൗലോസ് അവരോട്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും അതെ ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ എന്താ എഴുതിയിരിക്കുന്നത്? അത് അവിടെ വരയിടണം. നിങ്ങൾ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. എന്തിനാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും? ആളുകളെ നമ്മളിലേക്ക് തിരിക്കാനാണോ? അല്ല, പറഞ്ഞ വചനം ദൈവത്തിൻ്റെതാണെന്നും ആ ദൈവവചനത്തിന് ഇന്നും ജീവനുണ്ടെന്നും അത്ഭുതാടയാളങ്ങളിലൂടെ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. അതിനാണ് മർക്കോസ് 16 ഒടുവിൽ വായിക്കുന്നു, കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ എന്ത് ചെയ്തു? ഉറപ്പിച്ചു. നമ്മൾ വലിയ ദൈവത്തെ പ്രസംഗിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, ചെറിയ വിഷയത്തിന് പോലും പരിഹാരമില്ലാത്തവരായി ചിലപ്പോൾ നട്ടം തിരിയാറില്ലേ? സ്തോത്രം. ആകുലപ്പെടാറില്ലേ? ഉത്കണ്ഠപ്പെടാറില്ലേ? ആദിയറിയാറില്ലയോ? ദൈവമേ, എന്തായിത്തീരും? സ്തോത്ര 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 സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നുവെങ്കിലും പറയാൻ വീണ്ടും നിയോഗം വന്നുകൊണ്ട് പറയുകയാണ്. ഒരിക്കൽ മലബാർ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ, സ്തോത്രം, കുഞ്ഞുങ്ങൾക്ക് വീസടയ്ക്കാൻ 14,000 രൂപ വേണം, ഡ്രസ്സ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വീട്ടാവശ്യങ്ങളും എല്ലാം കൂടെ കണക്ക് കൂട്ടിയപ്പോ എന്നോട് വൈഫ് ചോദിച്ചു, വല്ലവും കയ്യിലുണ്ടോ ഞാൻ അറിയാത്തത്? ഞാൻ പറഞ്ഞെടി, നീ അറിയാത്തത് ഒന്നേ ഉള്ളൂ, ആഴമായ വിശ്വാസം. സ്തോത്രം. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മൾ എങ്ങനെയാ, ഇനി 4 ദിവസം കൂടെ ഉള്ളൂ, എങ്ങനെയാ കാര്യങ്ങള്? പറഞ്ഞതെല്ലാം യഹോവ ഇരി, എത്ര വേണം? അവൻ പറഞ്ഞു 18,500 രൂപ വേണം. ഞാൻ പറഞ്ഞു, നീ അങ്ങ് 20,000 അങ്ങ് എഴുതി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വന്ന് സ്തോത്രം രാവിലെ ഒരു ബെഡ് കോഫിയൊക്കെ ഇട്ട് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ അവൾ കിച്ചണിൽ പോയി. ദൈവത്തിന് ഞാനിങ്ങനെ പുറത്തിറങ്ങി, സ്തോത്രം, ഞാനിങ്ങനെ ഒരു ഇരുമ്പ് കസേര എടുത്തിട്ട് ഇങ്ങനെ മേളോട്ട് നോക്കി കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇനി 4 ദിവസം കൂടെ ഉള്ളൂ. സ്തോത്രം. കാരണം തിരിച്ചു വന്നപ്പോൾ കഷ്ടിച്ച ഓട്ടോയ്ക്കുള്ള പൈസ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 50 ദിവസത്തെ അതേ മലബാർ സുവിശേഷീകരണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട്ടിലെത്താൻ കഷ്ടിച്ച്, കാരണം അവിടെ ആരും ഒന്നും തരാനില്ല, സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങളിലായാണ് പോകുന്നത് മൊത്തം. അപ്പോൾ സ്തോത്രം,
കട്ടൻ കാപ്പി അവൾ ഇടാൻ കയറിയപ്പോൾ ഞാനിങ്ങനെ ചാരുകസയിലിരുന്ന് മുകളിലേക്ക് നോക്കി കർത്താവിനോട് ഇങ്ങനെ കാര്യം പറയുകയാണ്, ഒരു സ്നേഹിതനെ പോലെ പറയുകയാണ്. അതിന് നിലവിളിയും ഒന്നും പ്രത്യേകിച്ചില്ല. കർത്താവിനോട് ഇങ്ങനെ മേളിലോട്ട് നോക്കി പറഞ്ഞു, കർത്താവേ 4 ദിവസമേ ഉള്ളല്ലോ. സ്തോത്രം. അല്പം കഴിഞ്ഞപ്പോൾ ഗേറ്റിന്റെ വാതിക്കൽ അതെ ഒരാൾ വന്ന് ചോദിച്ചു, ഷാജി മാത്യു ഇടമൻ താമസിക്കുന്നത് എവിടെയാ? ഞാൻ പറഞ്ഞു, ഇവിടെയാ. പാസ്റ്റർ ഉണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാനാണ്. ഓ, പാസ്റ്റാണോ? അദ്ദേഹം ചെന്നേച്ച് ഹീറോ ഹോണ്ടയുടെ ആ ബോക്സ് തുറന്നേച്ച് അദ്ദേഹം ഒരു കവർ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് പറയാണ്, ഇന്നലെ വൈകുന്നേരത്ത് ഒരാള് ഇത് പാസ്റ്ററുടെ കയ്യിൽ തരാനായിട്ട് ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞു, ആരാണ്? ആളിനെ പറയണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് വന്നെയാ. അതൊക്കെ പറയാൻ പാസ്റ്ററെ, സൗകര്യം പോലെ ഞങ്ങൾ വരാം. പേരെന്തുവാണ്? പേര് പറഞ്ഞില്ല. സ്തോത്രം. പേര് പറഞ്ഞില്ല. ആമേൻ. സ്തോത്രം. അപ്പോൾ പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. അപ്പൊ ദൂതന്മാരൊന്നും അല്ല കേട്ടോ, ഹീറോണ്ടക്കകത്ത് തന്നെ വന്നത്. സ്തോത്രം. അപ്പോൾ അവര് വന്നിട്ട് തിരിച്ചു പോയി. ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. കോപ്പി കുടിച്ചു പോവാന്ന് പറഞ്ഞിട്ട് നിന്നില്ല. അവരങ്ങ് പോയി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 1 മിനിറ്റ്. അപ്പോൾ ഞാനിങ്ങനെ കാപ്പിയിട്ടുകൊണ്ട് വൈഫ് വന്ന സമയത്ത് ഞാനിങ്ങനെ പറയാനിടയായി തീർന്നു, ഇതാ ഈ കവർ നീ നോക്ക്, ഒരാളിനെ കർത്താവ് അയച്ചു കൊണ്ടുവന്നതാണ്. ഇതിനകത്ത് എന്താണ്? നോക്കിയപ്പോൾ പുതിയ 100ന്റെ 2 ബണ്ടിലാണ്. സ്തോത്രം. 10,000ന്റെ 2 കെട്ടാണ്. സ്തോത്രം. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ കരുതൽ എത്ര വലിയതാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുണർത്താം. സ്തോത്രം. നാം ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നെങ്കിൽ ഓരോ ദിവസവും നിങ്ങളുടെ ലൈഫ് മിറക്കിൾസ് ആയിരിക്കും. മിറക്കിൾസ് ആയിരിക്കും. എന്റെ ജീവിതത്തിൽ ഈ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുവാൻ ധാരാളം പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. സ്തോത്രം. ഒരിക്കൽ US-ലുള്ള ഒരു മനുഷ്യൻ അപ്രതീക്ഷിതമായി എന്നെ പരിചയപ്പെട്ടു. അദ്ദേഹം കുറച്ച് പൈസ എൻ്റെ കയ്യിൽ തന്നിട്ട് പോകാൻ നേരം പറഞ്ഞു, പാസ്റ്റർ, ഞാൻ പാസ്റ്റർക്ക് 2 ചെക്ക് തരികയാണ്. എന്നാണ് നിങ്ങൾക്ക് ഞെരുക്കമുള്ളത്, അപ്പോൾ നിങ്ങൾ ആ തുക എഴുതി എടുത്തുകൊള്ളണമെന്ന്. നിങ്ങൾക്കറിയാമോ, എൻ്റെ കയ്യില് ആ ചെക്ക് കിട്ടിയിട്ട് ഇപ്പോൾ 25 വർഷമായി. ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, തൊട്ടുപോയേക്കരുത് ഇത്. സ്തോത്രം. തൊട്ടുപോയേക്കരുത്. ഇന്ന് വരെ ഞാനത് മാറിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവം എനിക്ക് വാണിംഗ് തന്നു, ഈ ചെക്കിൽ ഉള്ള പണവും നിനക്കുള്ളതല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവസരം കിട്ടുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുന്ന ധാരാളം അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അതുകൊണ്ട് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ ആമേൻ അല്പലാഭത്തിന് വേണ്ടി ഒരിക്കലും നമ്മുടെ വിശ്വാസം ത്യജിക്കരുത്. ദൈവമക്കളെ, ലോകത്തിൽ ഏറ്റവും വേസ്റ്റ് സാധനമാ പണം. ലോകത്തിൽ ഏറ്റവും വേസ്റ്റ് സാധനമാണ്. ഞാനതിനെ പുച്ഛത്തോടെയല്ല പറയുന്നത്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ. ചിലരത് കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴിഞ്ഞ് ബഹുവിധ ദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു. സ്തോത്രം. അതുകൊണ്ട് തിരുവചനം പറയുന്നു, കുഞ്ഞുങ്ങളെ, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. വലിയ പുരുഷാരം കൂടുന്ന യോഗങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചാക്കിനകത്ത് ഒരിക്കൽ കൊല്ലത്ത് നടന്ന ഒരു വലിയ ക്രൂസൈഡിൽ 3 ചാക്ക് നോട്ട് കെട്ടിക്കൊണ്ടു പോകുന്ന എൻ്റെ കണ്ണാലെ ഞാൻ കണ്ടതാ. ഞാൻ ആര് നടത്തിയാന്നൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ബ്ലെയിം എനിബഡി. ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ കൂടുന്നത് ധനസമ്പാദനത്തിനല്ല. ദൈവം വിശ്വസ്തനാണ്. കാലിയാകാത്ത കലവറയുള്ള ഒരു യജമാനനാണ് നമ്മുടെ ദൈവം. കൂലി കുറയ്ക്കാത്തൊരു കർത്താവാണ് നമ്മുടെ ദൈവം. നാം വിശ്വസ്തരായിരുന്നാൽ നമ്മുടെ വാതിൽ ഒരിക്കലും അടയത്തില്ല. ഒരിക്കലും അടയില്ല. കഴിഞ്ഞ 40 വർഷമായി ഞാൻ എൻ്റെ ദൈവത്തെ സേവിക്കുന്നു. എനിക്കൊരു സ്ഥിരം സ്പോൺസർ ഇല്ല. ഇന്നുവരെ എൻ്റെ ഒരു ചെറിയ കാര്യത്തിന് പോലും
എൻ്റെ ദൈവം എനിക്ക് കുറവ് വരുത്തിയിട്ടില്ല. ഞാൻ പ്രസംഗിക്കുന്നത്, ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ ജീവിതമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലില്ലാത്ത ഒരു കാര്യവും ഞാൻ നിങ്ങളോട് പഠിപ്പിക്കാറില്ല, പങ്കുവയ്ക്കാറില്ല. അതുകൊണ്ട് വിശ്വാസ വീരന്മാരായി ജീവിപ്പാൻ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രൊഫഷനിൽ ട്രസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ധനത്തിൽ ട്രസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഹെൽത്തിൽ ട്രസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ ബാങ്ക് ബാലൻസിൽ ട്രസ്റ്റ് ചെയ്യരുത്. നാളെ കിട്ടാൻ പോകുന്ന സോഷ്യൽ സെക്യൂരിറ്റിയിൽ നിങ്ങൾ ആശ്രയിക്കരുത്. നിങ്ങളുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. നിന്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. അതുകൊണ്ട് ഈ ജീവനുള്ള ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ഒരു മനുഷ്യർക്കും കൊടുക്കരുത്. ചില ആളുകൾക്ക് ചില നേതാക്കന്മാര് ദൈവങ്ങളാണ്. ഞാന് ഒരു സീനിയർ പാസ്റ്ററുടെ കീഴിൽ 3 വർഷം നിന്നതാണ്. 800 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ദൈവദാസനോടുള്ള ഭയം മറ്റുള്ളവരെ കണ്ടിട്ട് എനിക്ക് പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം ദൈവത്തോട് ഇത്രയും പേടിയില്ല. എല്ലാ ദിവസവും വൈകിട്ട് പ്രയർ ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ആശീർവാദം കഴിയുമ്പോൾ അപ്പച്ചൻ വരാന്തയിലേക്ക് വരും. അപ്പോഴത്തേക്കും ജേക്കപ്പനും തമ്പിക്കും നെഞ്ചിടിപ്പാണ്. എന്നോട് പറയും, ഷാജി ഭായ് അപ്പച്ചനാകിയ അപ്പച്ചനാകിയ. അപ്പൊ എനിക്ക് മനസ്സിലായി അവർക്ക് ദൈവത്തെ അല്ല പേടി, അപ്പച്ചനെയാണ്. അപ്പൊ അപ്പച്ചൻ അടുത്ത് വന്നപ്പോ ഞാൻ ഉറക്കെ ചോദിച്ചു, അപ്പച്ചൻ ദൈവമല്ല മനുഷ്യനാ. അപ്പച്ചനെ പേടിക്കണ്ട, ബഹുമാനിച്ചാ മതി, ഭയപ്പെടേണ്ട ദൈവത്തെ. അന്നേരം അപ്പച്ചൻ സ്ഥലം വിട്ടു. അപ്പൊ സഹോദരങ്ങളെ, കൊടുക്കേണ്ട ബഹുമാനം മനുഷ്യർക്ക് കൊടുക്കണം. പക്ഷെ മാനവും മഹത്വവും പുകഴ്ചയ്ക്കും എല്ലാത്തിനും യോഗ്യൻ ഒരുവൻ മാത്രം. ആരെ? കുഞ്ഞാടെ, നീ അറക്കപ്പെട്ടു. ഓ ഹല്ലേലൂയ! എല്ലാ മാനത്തിനും എല്ലാ മഹത്വത്തിനും എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ. നാളെ നിങ്ങളുടെ നടത്തിപ്പുകാർ മാറിപ്പോവും. നാളെ നിങ്ങളുടെ മെന്റേഴ്സ് മാറിപ്പോവും. നാളെ നിങ്ങളുടെ ടീം ലീഡർ മാറിപ്പോവും. നാളെ നിങ്ങളായിരിക്കുന്ന കസേര വിട്ട് വേറെ സ്ഥലത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. പക്ഷെ ഓർത്തിരുന്നു കൊള്ളോളം, ഞാനോ I'll be with you the end of this world. ഈ ലോകത്തിന്റെ അവസാനം വരെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ആളിനെ നിങ്ങൾ മുറുക്കി പിടിക്കണം. കർത്താവിന് കൊടുക്കേണ്ട കൈ വിട്ടേച്ച് ഈ ലോകത്തിന്റെ കൈ നീ കയറി പിടിക്കരുത്. പിശാച് എല്ലാ ഓഫറും തരും. ഇന്റർനാഷണലാ. നിനക്ക് സ്ഥാനം വേണോ? സ്ഥാനം തരും. മാനം വേണോ? മാനം തരും. പണം വേണോ? പണം തരും. എന്തിനാ? നിന്നെ നിത്യാഗ്നിയെ കൊണ്ടുപോകാനാ. അതുകൊണ്ട് സ്ഥാനവും മാനവും പുരാതന സമ്പത്തും അല്ല ആത്മീയം. ഇത് തിരിച്ചറിയണം. സ്തോത്രം. എന്നാൽ ആത്മീയന്റെ പുറകെ ഇതെല്ലാം വരുമെന്നുള്ളത് അതിന്റെ വേറൊരു മർമ്മമാണ്. വചനം എന്തു പറയുന്നു? നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. യേശുവിന്റെ നാമത്തിൽ പത്യമായ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ വിശ്വാസത്തിലും സ്നേഹത്തിലും അതേ പ്രത്യാശയിലും ആരോഗ്യമുള്ളവരായി വളരുവാൻ ഇന്ന് രാത്രിയിൽ ഞാൻ താഴ്മയോട് കർത്താവ് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഒന്ന്, നമ്മൾ ചിന്തിച്ചു മനുഷ്യൻ ക്ഷണികനായതുകൊണ്ട് അവനെ ആരാധിക്കരുത്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു അത് വ്യർത്ഥമാണ്. മൂന്നാമത് അത് ശിക്ഷയ്ക്ക് കാരണമാകും. ഇന്ന് മനുഷ്യരുടെ സ്തുതിയും ബഹുമാനവും എല്ലാം വെച്ച് ആരാധിക്കുകയല്ലേ കൺവെൻഷനുകളിൽ. പ്രസിഡന്റിനെ ഉയർത്തുന്നു. എന്തോ പ്രസിഡന്റാ, എന്തോ ഖജാൻജിയാ, സംസ്ഥാന പ്രസിഡന്റ്. ഇതെന്നാ സഹോദരങ്ങളെ? സ്തോത്രം. ഓരോ പ്രസ്ഥാനത്തെ ഹൈലൈറ്റ് ചെയ്ത് ഈക്കോബോധാകുകയല്ലേ? യഹോവയുടെ മഹത്വം പൊയ്പോകുകയല്ലേ? സ്തോത്രം. 100 പേര് വേദിയിലുണ്ടെങ്കിൽ 50 പേരുടെ പേരെങ്കിലും പറഞ്ഞവരെ ഒന്ന് സ്തുതിക്കണം. സഹോദരങ്ങളെ, തിരുനാമത്തിൽ കൂടുന്ന വേദികൾ പലപ്പോഴും തിരുനാമത്തിൽ ആ നല്ല നാഥനെ ത്യജിക്കുകയല്ലേ? സ്തോത്രം. ഒരിക്കൽ ഞാനൊരു കൺവെൻഷൻ അവസാനത്തെ ദിവസത്തെ പ്രസംഗിക്കാനെത്തി. പ്രൈസ് ഗോഡ്. അവര് സംഘാടകർക്കറിയാം ഞാൻ സമയമെടുത്ത് ദൈവവചനം പറയുന്ന ഒരു ദൈവദാസനാണ്. ഞാൻ വിളിക്കുമ്പോഴേ പറയും, എനിക്ക് അവിടെ നിങ്ങൾ ഭക്ഷണം തന്നില്ലേലും എനിക്ക് പ്രശ്നമില്ല, വണ്ടിക്കൂലി തന്നില്ലേലും ഒട്ടും പ്രശ്നമില്ല. പക്ഷേ എന്നെ വിളിച്ചാൽ ദൈവവചനം പറയാൻ എനിക്ക് അവസരം തരുമെങ്കിൽ ഞാൻ വരത്തുള്ളൂ. കാരണം ഒന്നാമത് എനിക്ക് ആരോഗ്യ പ്രശ്നം ഇച്ചിരി ഉള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് വന്നാൽ 10 പാപികൾ രക്ഷിക്കപ്പെടണം എന്നുള്ളത് എൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വചനം പറയാൻ സമയം തന്നാലേ ഞാൻ വരികയുള്ളൂ. പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോൾ അവസാനത്തെ ദിവസമാണ്. 2 മണിക്കൂർ പോയിട്ട് 30 മിനിറ്റാണ് കിട്ടിയത്. കാരണം നന്ദി പറയാൻ എടുത്തത് 40 മിനിറ്റാണ്. സ്തോത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, മീറ്റിങ്ങുകളൊക്കെ വെച്ചാൽ സുവിശേഷം മഹായോ എന്ന് പേര് വെച്ചാൽ അവിടെ സുവിശേഷം പ്രസംഗിച്ചിരിക്കണം. സ്തോത്രം. ഇതിന്റെ പേര് പറഞ്ഞ് നമ്മൾ ഇതിനെ അലങ്കുൽ. ഒരേ ഗ്രൗണ്ടിൽ തന്നെ സോണലിന്റെ കൺവെൻഷൻ,
പിന്നെ ഏരിയ കൺവെൻഷൻ, പിന്നെന്താ ഡിസ്ട്രിക്ട് കൺവെൻഷൻ, പിന്നെ ലോക്കൽ കൺവെൻഷൻ. ഇതെല്ലാം ആരാ പ്രസംഗിക്കുന്നത്? ഇവരെല്ലാം തന്നെയാണ്. അപ്പൊ എന്താണ് ഇതിന്റെ ഉദ്ദേശം? വിദേശത്തുള്ള ദൈവമക്കൾ ഡേ ആൻഡ് നൈറ്റ് ഹാർഡ് വർക്ക് ചെയ്തേച്ച് ഓരോ സെക്ഷനും കാശയിക്കണം. ഇതിനർത്ഥം എന്താ? നീ എന്റെ മുതുചൊറി, ഞാൻ നിന്റെ മുതുചൊറിയ. സ്തോത്രം. ഒരു പാപി രക്ഷിക്കപ്പെടുന്നോ? ഇല്ല. ജാതികൾ ദൈവത്തിലേക്ക് വരുന്നോ? ഇല്ല. ഇതെല്ലാം ഉത്സവങ്ങളാണ്. വചനം പറയുന്നു, ഞാനിവയെ വെറുക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, കേട്ടവർ വീണ്ടും കേൾക്കുന്നതിന് മുമ്പ് കേട്ടിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം കേൾക്കട്ടെ. അതാണ് സുവിശേഷീകരണം, അതാണ് സഭാ വളർച്ച. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ അവധിക്കാലങ്ങളിൽ സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങളുടെ പണം സ്വരൂപിച്ച് നിങ്ങൾ ഒരാഴ്ച പോയി താമസിക്കേ, നിങ്ങൾ ഒരു സുവിശേഷം പറഞ്ഞില്ലേലും ആ ദേശത്തിന് വേണ്ടി കരയാൻ, ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ആ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ നിങ്ങൾ കഴിഞ്ഞാൽ വരും തലമുറയിൽ നിങ്ങളുടെ മക്കളെ ആ രാജ്യത്ത് ഉപയോഗിക്കും, ആ ദേശത്ത് ഉപയോഗിക്കും. നിന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ ആമേൻ അമ്മുനമ്പിൽ നിന്ന് നിൽക്കുമ്പോഴായിരിക്കും അത്ഭുതങ്ങളുടെ കലവറയുമായി അത്യുന്നതൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് മനുഷ്യ ദൈവങ്ങളെ നമ്മുടെ ഉള്ളിൽ നിന്നും മാറ്റണം. മനുഷ്യന്റെ മുഖസ്ഥിതിക്കും സന്തോഷത്തിനും പ്രശംസയ്ക്കും വേണ്ടിയുള്ള കൊടുപ്പ് നിർത്തണം. നിങ്ങൾക്ക് ദൈവം തന്ന നന്മ പ്രോപ്പർ ചാനലിൽ എത്തേണ്ട സ്ഥലത്ത് മാത്രം എത്തണം. നിങ്ങളുടെ ഇമെയിൽ ID വെച്ച് നിങ്ങൾ ട്രാക്ട് പ്രിന്റ് ചെയ്യ്. സ്തോത്രം. അത് 10 പേർക്ക് കൊടുക്ക്. സ്തോത്രം. ഹല്ലേലൂയ. അത് ജനങ്ങളിൽ എത്തട്ടെ. സ്തോത്രം. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ ദൈവത്തിന് പറ്റുമോ അത് നിങ്ങളുടെ ഐഡിയിൽ ചെയ്യേ, നിങ്ങൾ കുടുംബമായി ചെയ്യേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിലൂടെ അത് ചെയ്യേ. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. അങ്ങനെയുള്ള കാഴ്ചപ്പാടിലേക്ക് വരണം. മൂന്നാമത്തെ കാര്യം, അത് ദൈവത്തിനെതിരെയുള്ള പ്രവൃത്തിയാണ് മനുഷ്യനെ ആരാധിക്കുന്നത്. ഒരിക്കൽ ഹേരോദ രാജാവ് ഭദ്രാസനത്തിൽ ഇരുന്ന് ജനങ്ങളോട് പ്രസംഗിച്ചു. അപ്പോൾ ജനം പറഞ്ഞത് എന്താണ്? ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ നിലത്ത് വീണ് കൃമിക്കിരയായി പ്രാണനെ വിട്ടു എന്നാ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 12-ാമത്തെ അധ്യായം 21 മുതൽ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. വേഗം വായിക്കാം. സ്തോത്രം. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. നോക്കിക്കേ, മുഖസ്തുതി പറഞ്ഞതാ ജനം അല്ലേ? ആവശ്യമില്ലാത്ത പ്രശംസയുടെ വാക്കുകൾ പറഞ്ഞതാ. എന്താ മഹാദൈവത്തിന് കൊടുക്കേണ്ട വാക്ക്? സ്തോത്രം. മനുഷ്യന് കൊടുത്തല്ലേ. അപ്പൊ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ആർത്തു. എന്റെ സ്തുതി മനുഷ്യർക്കും വിഗ്രഹങ്ങൾക്കും കൊടുക്കത്തില്ലെന്ന് തമ്പുരാന്റെ വചനമുണ്ട്. സഹോദരങ്ങളെ, ഫ്രം ദ ഹാർട്ടിൽ നിന്ന് വേണം സ്തുതിക്കാൻ. എങ്ങനെയാ ദൈവത്തെ വർഷിപ്പ് ചെയ്യേണ്ടത്? നീ ദൈവത്തിന്റെ പാദപീഠത്തിൽ വരുമ്പോൾ ധൃതി വെക്കാൻ, നനഞ്ഞ കണ്ണുകളോട് തലകുനിച്ച് എളിമയോടെ കർത്താവ് നിന്നെ നടത്തിയ വിധങ്ങളൊക്കെ ഒന്ന് ഓർക്കണം. നടക്കാത്ത കാര്യങ്ങളെ പറഞ്ഞ് പിറുപിറുക്കുന്നതല്ലേ പല ആളുകളുടെയും ക്യാരക്ടർ. അതുകൊണ്ട് മനസ്സ് കട്ടിയായി ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോവുകയല്ലേ. മത്സരിച്ചിട്ട് ഇനി ആ യോഗത്തിന് പോകുന്നില്ല. ദൈവത്തിനോട് ഇത്ര കടുങ്കൈ ചെയ്തെന്താണ്? ഒട്ടിയ വയറും കുഴിഞ്ഞ കണ്ണും കൊണ്ട് നടന്ന കാലത്ത് ദൈവം നിന്നെ മാനിച്ച വിധങ്ങളെല്ലാം മറന്നിട്ട് നമ്മുടെ ശരീരത്തിന് മേധസ് കൂടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തോട് മത്സരിക്കരുത്. അത് ഭയാനകമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു, ഒരു കാലഘട്ടത്തിൽ കുടുംബമായി അപ്പനും അമ്മയും മക്കളും എല്ലാവരും പോയി ദൈവത്തെ ആരാധിച്ച കാലങ്ങൾ പിന്നിട്ടു അല്ലേ? അന്ന് എന്തായിരുന്നു? ഓട്ടുവിളക്കും പാട്ടുവിളക്കും ഒക്കെ ആയിരുന്നു, പുല്ലുവരെയായിരുന്നു, തളിച്ച ചാണകത്തറയായിരുന്നു, അത് മാറി ഓലപ്പരയായി അല്ലേ? പിന്നെ അത് ഷീറ്റായി, പിന്നെ ഓടായി, തറയോടായി, പിന്നെ അത് മാറി ഫ്രണ്ടിൽ അല്പം പാരപ്പറ്റുമൊക്കെ കെട്ടി കുറച്ചു ഭാഗം മാത്രമൊക്കെ വാർത്ത സ്ഥിതിയായി. പിന്നീട് അതെല്ലാം പൊളിച്ചു കളഞ്ഞു. എക്കും ബുക്കും അറിയാത്ത മക്കളെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച അപ്പന്റെ നിലവിളി, അമ്മയുടെ ഉറങ്ങാത്ത രാത്രികളിലെ നിലവിളിയൊക്കെ കേട്ട്
തമ്പുരാൻ അങ്ങിങ്ങായി പറഞ്ഞയച്ച് അറിയാത്ത നന്മ മിഡിൽ ഈസ്റ്റിൽ നിന്നും യൂറോപ്യൻ രാജ്യത്തു നിന്നും പാശ്ചാത്യ രാജ്യത്തു നിന്നും ഒക്കെ കൊടുത്ത് അല്പം പുത്തൻ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് അതെല്ലാം പൊളിച്ചു മാറ്റി നല്ല കെട്ടിടങ്ങൾ വെച്ചു. അത് മാർബിളിട്ട്, ഗ്രാനൈറ്റ് ഇട്ട്, വെറ്റിഫൈഡ് ടൈലിട്ടു, കൂറ്റൻ മതിൽ പറഞ്ഞ് റിമോട്ട് വെച്ച ഗേറ്റും പണിത്, പട്ടിക്കൂട് ലക്ഷങ്ങൾ മുടക്കി പണിത്, നല്ല കാശ് മുടക്കി പട്ടിയെ മേടിച്ച് അതേ വിലക്കായും വെച്ചു. ഇപ്പോൾ അപ്പൻ എന്താ പറയുന്നത്? എടാ നീയൊക്കെ യോഗത്തിന് പോക്കൂ. അഥവാ വന്നാൽ എന്താണ്? എല്ലാരെയും മണപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ അതേ സുഗന്ധം പിടിച്ചു പറ്റുന്ന നല്ല വില കൂടിയ സ്പ്രേയും അടിച്ച് വില കൂടിയ കാറിൽ 2 പാട്ടും പാടി തീരാറാവുമ്പോ കൊച്ചമ്മ അച്ചായനെത്തും. സ്തോത്രം. അച്ചായനെത്തുമ്പത്തേന് പാസ്റ്റർ ആകെ വിറയ്ക്കും. ആണ് നമ്മുടെ അച്ചായനിഞ്ഞ് വന്നു. യോഗം തീരുന്നതിന് മുമ്പ് ഇരിക്കുന്ന അച്ചായന് മുഷിബ. അച്ചായന്റെ പുത്തൻ ഡ്രസ്സ് കാണിക്കാനും അച്ചായന്റെ മഹിമ കാണിക്കാനും വരുന്നത് അല്ലേ? സ്തോത്രം. അപ്പോൾ വാച്ച് ഇടയ്ക്കിടയ്ക്ക് പാസ്റ്ററിനെ കാണിക്കും. പാസ്റ്റർ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ താമസിച്ചു വന്നിട്ട് നേരത്തെ പോകാനുള്ള വെപ്രാളം. കോടികൾ മുടക്കി വീട് പണിയും, ലക്ഷങ്ങൾ മുടക്കി മെയിൻ്റനൻസ് ചെയ്യും. പക്ഷെ ആരാധിക്കുന്ന ഹോള് പെയിന്റ് അടിക്കാൻ വരുമ്പോൾ കാശ് കൊടുക്കാനില്ല. അതിന്റെ ചുറ്റുമതിലൊരു വാക്യം എഴുതാൻ പെയിന്റ് അടിക്കാൻ പൈസയില്ല. ആളുകളെ ഒരു ഐഡി മനസ്സിലാക്കി വരാൻ അവിടെ വെച്ചിരിക്കുന്ന ആ ബോർഡിനെ പെയിന്റ് പോയിട്ട് നാളുകളായി. ആളുകളുടെ മുമ്പിൽ പരിഹാസ വിഷയമാണ്. കോടികളുടെ വാഹനത്തിൽ ആലയത്തിൽ വന്നേച്ച് പോകുമ്പോൾ ഓർക്കുന്നില്ല. ഇന്നലകളിൽ നിന്റെ സ്ഥിതി മാറ്റിയ ദൈവത്തെ മറന്നു പോകും. വളരെ നടുക്കത്തോടും വളരെ ഭയത്തോടും കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമക്കൾ ശ്രമിക്കണം. ഇവിടുത്തെ മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം പെട്ടിക്കുള്ളിൽ അവസാനിക്കുമെന്ന് ഓർക്കണം. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ദൈവശബ്ദമത്രേ എന്ന് പറഞ്ഞ്, ദേവന്റെ ശബ്ദമത്രേ എന്ന് പറഞ്ഞ് ആർത്തപ്പോൾ ദൂതൻ അവിടെ നിപ്പുണ്ട്. എന്താ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വചനത്തിൽ കാണുന്നത് എന്താണ്? പത്രോസിനെ ചങ്ങലകളാൽ ബന്ധിച്ച് 16 പടയാളികളെ കാവലിന് വെച്ച രാജാവ് അവനെ പിടിച്ചിറക്കി 1-ാം കാവലും 2-ാം കാവലും പട്ടണത്തിന്റെ ഇരുമ്പ് വാതിലും തുറന്നുപോയ ആ ദൈവദൂതൻ പട്ടണം വിട്ടു പോയില്ല. സ്തോത്രം. ഇവിടെ എന്താ? ഒരു ദൂതൻ ഇറങ്ങി ദൈവം ഉപയോഗിക്കുന്നവനെ തടങ്കലിലും തുറങ്കലിലും ഇട്ട് അടച്ചപ്പോൾ അവന്റെ കവാടങ്ങളെ തുറന്ന് പുറത്തെടുത്തു. അവയെ പൂട്ടും താക്കോലും ഒക്കെ അവരുടെ കയ്യിലിരിക്കുക അല്ലേ? വലിയ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. താക്കോൽ അവരുടെ കയ്യിലിരിക്കുക. ഇന്ന് രാത്രി ഞാൻ അതിന്റെ കൂടെ ഒരു ദൂത് വിളിച്ചു പറയാം. പ്രാർത്ഥിക്കുന്ന നിന്നെ, ആരാധിക്കുന്ന നിന്നെ ദൈവത്തെ വിശ്വസ്തതയോട് പരമാർത്ഥതയോട് കളിപ്പിക്കാതെ, ഈ മാർഗം ആദായ സൂത്രമാക്കാതെ നല്ല വിശ്വസ്തനും സത്യസാക്ഷിയുമായി ജീവിപ്പാൻ, അവനെ അനുഗമിപ്പാൻ ഇറങ്ങിത്തിരിച്ച ദൈവ പൈതലേ, നിന്നെ എവിടെ തളച്ചിട്ടാലും എവിടെ പൂട്ടാൻ ശ്രമിച്ചാലും ഇറങ്ങേണ്ട ദൈവം ഇറങ്ങിയാൽ തുറക്കേണ്ടതുപോലെ തുറന്ന് 1-ാം കാവലും 2-ാം കാവലും പട്ടണത്തിന്റെ ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. താക്കോലും അധികാരവും പലരുടെ കയ്യിൽ കാണും. പക്ഷെ കുഞ്ഞാടിന്റെ ചോരത്തളി ആചരിച്ചവൻ എവിടെ കിടക്കണം, എത്ര മണിക്കൂർ കിടക്കണം, എവിടെ പുറത്തിറങ്ങണമെന്ന് തീരുമാനിക്കുന്നത് ഈ ലോകത്തിന്റെ നേതാക്കളല്ല, ഭരണാധികാരികളല്ല, അവരെയൊക്കെ ആക്കിയ ദൈവമാണ് തീരുമാനിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നിയമക്കുരുക്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു ദൈവവേദൽ എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. നിന്നെ പുറത്തിറക്കുന്ന ഒരു കരം നിന്നെ വിലാപ്പുറത്ത് തൊടുന്ന സമയം അടുത്തു വന്നിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവൻ നിലത്ത് വീണ് സാധാരണ 48 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് കൃമി കയറുന്നത്. ക്ഷണത്തിൽ അവൻ നിലത്ത് വീഴുക മാത്രമല്ല, കൃമിക്കിരയായി വിത്തിൻ എ സെക്കൻഡ് ദ ഹോൾ ബോഡിയിലുള്ള എല്ലാ ഫ്ലഷും എന്തായി? അതേ കൃമികളായി മാറി. ഇന്ന് രാത്രി തിരിച്ചറിയണം. അതുകൊണ്ട് മനുഷ്യനെ ആരാധിക്കരുത്. 4-ാമത്തെ പ്രത്യേകത, അവൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. മനുഷ്യൻ ഒരിക്കലും ദൈവത്തിന്റെ സൃഷ്ടാവല്ല. ദൈവത്തിന്റെ സൃഷ്ടാവല്ല മനുഷ്യൻ. പ്രൈസിൽ കാശ് കൊടുത്ത് വീട്ടിൽ മേടിച്ചുകൊണ്ട് വെക്കുന്ന വിഗ്രഹമല്ല കുഞ്ഞെ കർത്താവ്. യേശു പിന്നാളിനെയും കന്യാമറിയാമിന്റെയും ഉണ്ണീശോയുടെ എല്ലാം വെച്ച് ഞങ്ങൾ പൂജിച്ച് ആരാധിച്ച സമയങ്ങളുണ്ട്. പക്ഷേ തമ്പുരാൻ കണ്ണു തുറന്നപ്പോൾ മോശ ഇതുമാതിരി കാളക്കുട്ടി എടുത്ത് പൊടിച്ചെന്ന് പറഞ്ഞ മാതിരി എല്ലാം ഉരലിനകത്തിട്ട് ഇടിച്ച്
തവിട് പൊടിയാക്കി പുറത്ത് കളഞ്ഞു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ കാഴ്ചപ്പാട് വന്നെങ്കിൽ മാത്രമേ റിയൽ കണ്ടു കഴിയുമ്പോഴേ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് നമ്മൾ തിരിച്ചറിയത്തുള്ളൂ. അതുകൊണ്ട് തിരിച്ചറിയണം. ആകാശം വിരിക്കുകയും ഭൂമിക്കടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നൽകുകയും ചെയ്ത മഹാദൈവത്തിന് മാത്രം നൽകേണ്ട ആരാധന അല്പായുസുള്ളവനും ക്ഷണികനും മൺമറഞ്ഞു പോകുന്നവനുമായ കേവല മനുഷ്യന് നൽകാൻ എങ്ങനെ കഴിയും? പ്രപഞ്ച സൃഷ്ടാവായ നിത്യദൈവത്തെ ക്ഷണികനായ മനുഷ്യനോട് സദൃശ്യമാക്കാൻ ആർക്ക് കഴിയും? ഇന്ന് രാത്രി തിരിച്ചറിയണം. പ്രപഞ്ച സൃഷ്ടാവിന് മാത്രമുള്ള ആരാധന നിഴൽ പോലെ ആയുസ്സുള്ള മനുഷ്യന് നമുക്ക് നൽകണമോ? ചിന്തിച്ചോണം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഞാൻ ഈ സന്ദേശം ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. വചനം കേൾക്കേണ്ടതിന് ജനം കൂടി വന്നു. സ്തോത്രം. സോ വി ആർ അണ്ടർസ്റ്റാൻഡിങ് ദ പവർ ഓഫ് ദ ഗാഡ്സ് വേർഡ്. ദൈവവചനത്തിന്റെ ശക്തി, ദൈവവചനത്തിന്റെ മാധുര്യം നമ്മൾ അനുഭവിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം. ദൈവസ്ഥാനത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. റാമൽ ഖമാനകരഘടകശസി ആ ദാഹത്തോടെ ആരാധിക്കാം. ഈ ദിവസങ്ങളിൽ സത്യദൈവവും നിത്യജീവനുമായ സർവശക്തൻ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കട്ടെ. നിങ്ങളുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കട്ടെ. നിങ്ങളുടെ ജീവിതചര്യകളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഈ മഹാദൈവത്തെ അനുഗമിക്കുന്ന നിന്നോടൊപ്പം ഉള്ളത് മഹാവീരനെ പോലെയുള്ള സർവശക്തനാണ്. അവൻ നിന്നെ ഓമനപ്പേർ വിളിച്ചെങ്കിൽ, ഉള്ളങ്കയിൽ വരച്ചെങ്കിൽ, തീമതിലായവനുണ്ടെങ്കിൽ, പട്ടാളമായി കൂടെ ഉണ്ടെങ്കിൽ എന്തിനാണ് ഭാരപ്പെടുന്നത്? ഉജലരഘടകശസി ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവമാണ് എന്നെ ആക്കിയതെന്നുള്ള തികഞ്ഞ ആത്മബോധ്യത്തോടെ, എളിമയോട്, താഴ്മയോട്, വിനയത്തോടെ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായിത്തീരാം. ഒരു ക്രൈസ്റ്റ് സെന്റേഡ് ആയിട്ടുള്ള ഒരു ലൈഫിനായിട്ട് എന്ത് ചെയ്താലും എന്ത് വിചാരിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ പറയും, ഓ ഗാഡ്, ആമേൻ, എവരിതിങ് ഫോർ ക്രൈസ്റ്റ്, എവരിതിങ് ത്രൂ ക്രൈസ്റ്റ്, എവരിതിങ് ഇൻ ക്രൈസ്റ്റ്. എല്ലാം ക്രിസ്തുവിലും, എല്ലാം ക്രിസ്തുവിനാലും, എല്ലാം ക്രിസ്തുവിലേക്കും എന്നുള്ള ആ ശരിയായ ഉൾക്കാഴ്ച നമ്മൾ ഭരിക്കട്ടെ. ആത്മാവിന്റെ ഫലമുള്ളവരായി ക്രിസ്തുവിൽ വസിപ്പാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നലകളിലുള്ള വീഴ്ചകൾ, താഴ്ചകൾ, പരാജയങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ അബദ്ധങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുക. ദൈവം പണിതാൽ മിസ്റ്റേക്ക് ഇല്ലാതെ പുറത്തെടുക്കും. ദൈവത്തിന്റെ പണിപ്പുരയിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിനിഷിംഗ് നടക്കൂ കേട്ടോ. സ്തോത്രം. അതിന് ദൈവത്തിനെ നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. അനിമ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. സിസ്റ്റർ അലീന പ്രാർത്ഥിക്കണം. സാബു അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം. യെസ്, പ്രൈസ് ഗോഡ്. ഓക്കെ, അലീന സിസ്റ്റർ പ്രാർത്ഥിക്കാമോ? താങ്ക് യു ജീസസ്. സാബു അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. അലീന പ്രാർത്ഥിച്ചിട്ട് സിസ്റ്റർ അലീന. താങ്ക് യു. ഞങ്ങളെ അതിദാത്സര്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അവിടുത്തെ കരങ്ങളിൽ കേട്ട വചനത്തിന്റെ മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. അല്പസമയം വചനം കേട്ടുള്ളെങ്കിലും കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തില്, ഞങ്ങളുടെ ഹൃദയത്തില് അതൊരു അനുഗ്രഹവും നന്മയാക്കണമേ കർത്താവെ. ഹല്ലേലൂയ. അപ്പച്ചാ, ദേവദാസനെ ശക്തീകരിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. സ്വർഗത്തിലെ എല്ലാ കൃപാവരങ്ങളും കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ആത്മീയമായി, ശാരീരികമായി, ഭൗതികമായ നന്മകൾ കൊണ്ട് നിറയ്ക്കുമാറാകണം. അനേകർക്ക് ആശ്വാസത്തിന്, അനേകരുടെ പാപത്തിന്റെ മേലൊരു ജയമെടുക്കാനും ഒക്കെ ദേവദാസനെ ഒരുക്കുന്നല്ലോ കർത്താവെ. ആഴത്തിൽ കിടക്കുന്നതിനെ പിറക്കിയെടുക്കാൻ തക്കോണം പരിശുദ്ധാത്മാവ് ദേവദാസനെ ഒരുക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മറഞ്ഞു കിടക്കുന്ന തെറ്റുകളെ പോക്കി ഞങ്ങളെ ബോധം തരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സ്തോത്രം. സൂമിലായിരിക്കുന്ന എല്ലാവരും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ അത് കർത്താവെ ഹല്ലേലൂയ 30-60 മേനിയായി വിളയുവാൻ സഹായിക്കണമേ. അനേകർക്കൊരാശ്വാസം പറഞ്ഞു, അനേകരെ മാനസാന്തരത്തേക്ക് നടത്തുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉള്ളം പ്രസാദിപ്പിക്കുന്ന ഒരു വിശുദ്ധ ജീവൻ നയിപ്പാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളൊരു അനുഗ്രഹമാക്കണേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളൊരു അനുഗ്രഹം
അനുഗ്രഹമാക്കണമേ. ഞങ്ങളുടെ തലമുറയ്ക്ക് ഞങ്ങളൊരു അനുഗ്രഹമാക്കണേ. ഞങ്ങളൊരു മാതൃകയുള്ള ഒരു കുടുംബജീവിതം ഇപ്പൊ സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ ഇടയാക്കണമേ. കന്നാ ദേവാലയത്തിൽ ചെന്ന് സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞു, പിന്നെ അവിടെ മുഖം വാടിയില്ല. ഞങ്ങളുടെ മുഖം വാടുവാനോ കർത്താവെ അനുവദിക്കല്ലേ കർത്താവെ. ഹല്ലേലൂയ. കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലുമാക്കിയതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ തലമുറകൾ ആമേൻ ആമേൻ ദൈവത്തെ ആരാധിക്കുന്നവരായി, ദൈവത്തെ ഉയർത്തുന്നവരായി, ദൈവത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന ഒരു ഹൃദയം കൊടുത്ത് സഹായിക്കണമേ. എല്ലാ പിന്മാറ്റ അവസ്ഥയിലെ കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും മടക്കി വരുത്തണേ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജ്യോതിഷികളെ പോലെ ദേശത്ത് പ്രകാശിപ്പാൻ സഹായിക്കണമേ. ദൈവത്തെ ഉയർത്തുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തിന് വേണ്ടി നന്മ ചെയ്യുവാൻ കുഞ്ഞുങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. ഒരു കുഞ്ഞു പോലും നശിക്കല്ലേ കർത്താവെ. ഞങ്ങളുടെ കൂട്ടുകാരോട്, ഞങ്ങളുടെ ബന്ധുമിത്രാദികളോട് എല്ലാവരോടും സുവിശേഷം പറഞ്ഞ് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണം. സുമിലായിരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ഭാരത്തിഞ്ഞൊരുങ്ങുന്നെങ്കിൽ അവരുടെ വിഷയത്തിന് മേലെ ദൈവകൃപ ആവരിക്കണേ, ദൈവശക്തി ആവരിക്കണമേ. പരിശുദ്ധാത്മാവ് നടത്തുന്ന ജീവിതങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ കർത്താവെ. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുവാൻ, ദേശത്ത് പാർത്ത് വിശ്വസിച്ച് ആചരിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ദൈവ തേജസ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ കർത്താവ് വരവെങ്കിൽ ആരും കൈവിടപ്പെട്ടു പോലെ, കർത്താവിന്റെ വരവെങ്കിൽ ആരും കൈവിടപ്പെട്ടു പോലെ എന്ന് പ്രാർത്ഥന. സ്വർഗ്ഗത്തിലെ ദൈവം ഇന്ന് ഞങ്ങളുടെ കാര്യം സാധിപ്പിച്ചു തരും. ആമേൻ ആമേൻ ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിന്റെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പ്രിയപിതാവേ, ഈ നല്ല ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കാൻ തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ, കർത്താവിന്റെ നല്ല വചനം കേൾക്കുവാനും ഹല്ലേലൂയ എങ്ങനെ മുന്നോട്ട് ജീവിക്കണമെന്ന് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ, ഈ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളെ അങ്ങ് ഹല്ലേലൂയ കാൽവറിയിലെ രക്തം നൽകി ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങളെ വിലക്കെടുത്ത ദൈവത്തിന്റെ വലിയ ദയയ്ക്കും കൃപയ്ക്കായി നന്ദി പറയുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ദുഷ്ടന്റെ തീയമ്പളെ കെടുക്കുവാൻ തക്ക വിശ്വാസം എന്ന പരിചയം എടുത്ത് നിൽക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന പ്രിയ ഹല്ലേലൂയ ദേവദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ക്ഷീണിതാവസ്ഥയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ഒരുക്കി കർത്താവ് നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പരിശുദ്ധാത്മാവനെ ദാസനെ നിറയ്ക്കണേ, അടിയങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, അന്ത്യകാല ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. വേദപണ്ഡിതാക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളെല്ലാം കർത്താവിന്റെ ഇഷ്ടപ്രകാരം കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ കർത്താവിന്റെ ശുശ്രൂഷ നടത്താൻ ഞങ്ങളെല്ലാം കർത്താവ് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണേ. വീണ്ടും ഞങ്ങളെല്ലാവരും കർത്താവിന്റെ രക്തത്താൽ മറച്ച് ശുദ്ധീകരിച്ചു കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിന് ആസ്വാദന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Anybody want to pray? ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ പ്രേരണ കിട്ടിയെങ്കിൽ പ്രാർത്ഥിക്കാം. ഓക്കെ. കർത്താവ് ധാരാളമായി നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രഭാതത്തെ ക്ലാസ്സിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി അറ്റൻഡ് ചെയ്യുക. ഒരുമിച്ച് ആശീർവാദം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് കാണാതെ പഠിക്കാൻ തന്നിരിക്കുന്ന ആശീർവാദ വാക്യം. നമ്മുടെ ദൈവത്തിന്റെ സ്നേഹവും സർവശക്തന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. വിനോദ്, കൈക്ക് എങ്ങനെയുണ്ട് മോനെ? കുഴപ്പമില്ല ഫസ്റ്റ്, നാളെ ഡ്യൂട്ടി ജോയിൻ ചെയ്യുന്ന. വെരി ഗുഡ്. നമുക്കൊരു നിമിഷം കൂടെ വിനോദിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിനോദ് എവിടെയാ മോനെ വർക്ക് ചെയ്യുന്നത്? ഏത് മിഷനിലാ? ഞാൻ മെഷീനിസ്റ്റ്, എല്ലാ മെഷീനും ഓപ്പറേറ്റ് ചെയ്യും. ടീം ലീഡർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സ്വീഡനിൽ പോർട്ടിൽ അല്ലേ? ഡ്രൈ ഡോഗ്സ്. നമുക്കൊരു മിനിറ്റ് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. കൈ വിരൽ കട്ടായി പോയായിരുന്നു, സർജറി കഴിഞ്ഞ് തനിപ്പോ പോവുകയാണ്. ഒരു ബുദ്ധിമുട്ടും കൂടാതെ അത് വിജയകരമായി തന്റെ ജോലി മുന്നേറുവാൻ്റെതിന് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഫാദർ ഗാഡ്, നിങ്ങളുടെ കരങ്ങളെ ഇതിനെ ബ്ലസ് ചെയ്യുന്ന കർത്താവെ, എല്ലാ കാര്യാദികളും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ബുദ്ധിമുട്ടും കൂടാതെ
വിജയകരമായി തുടരേണ്ടുന്ന സഹായിക്കുന്ന വിശേഷം അതിൽ കർത്താവെ തന്റെ കൂട്ടാളിക്ക് തക്ക സമയത്ത് സുഖകരമായ ഒരു വിടുതൽ കർത്താവ് നൽകുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഞങ്ങൾ കാനഡയിലുള്ള ആ സിസ്റ്ററിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്റെ ഹസ്ബൻഡ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ധാരാളം സന്ദർഭങ്ങളിൽ കർത്താവ് വധഭീഷണി ഉണ്ടായെങ്കിലും ദൈവം അതിൽ നിന്നൊക്കെ ആ മകളെ സൂക്ഷിച്ചു നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ സിസ്റ്റർ കർത്താവെ ജീവിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലുള്ള എല്ലാ കർത്താവെ തോട്ടത്തിന്റെ ഇൻഫെക്ഷനിൽ നിന്നും കർത്താവ് സൗഖ്യം കൽപ്പിച്ച് ഞങ്ങളുടെ മഹത്വത്തിനായി തീർക്കണം. വിശേഷാൽ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിനെ ഭരിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുകയും കർത്താവ് വിശേഷാൽ ഓൺലൈനിലൂടെ ദൈവവചനം പിന്നീട് യൂട്യൂബിൽ കയറി കാണുന്നവർക്കായും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ വചനം കേൾക്കുന്ന എല്ലാവരിലും അസാധാരണമായ ദൈവ പ്രവൃത്തി വരും ദിവസങ്ങൾ കേൾക്കുവാൻ, കാണുവാൻ, അനുഭവിക്കുവാൻ ദൈവം ഈ പഠനം കർത്താവിനോട് ചേർന്ന് നടക്കാനുള്ള ഒരു വലിയ കർത്താവെ വാഞ്ചയും തീഷ്ണതയും എരിവും ശുഷ്കാന്തിയും കാഴ്ചപ്പാട് സമർപ്പണം കൊടുക്കണമേ എന്നാണ് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്. കൃപ തന്നതിന് നന്ദി. നാളത്തെ പ്രഭാതത്തിലെ വിഷയത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഷ്യക്കായും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രസൻസ് ഇരിക്കണമേ കർത്താവെ, വൻ കാര്യങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുമമിക്കായി, അമ്മച്ചിക്കായി, മക്കൾക്കായി, തന്റെ പ്രിയപ്പെട്ടവനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ തോമച്ചനായി, കുടുംബത്തിനായി, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയിൽ പഠിക്കുന്ന മോൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഉള്ളെങ്കിൽ പരിപാലിക്കണമേ. എക്സാം എഴുതാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൾക്ക് വേണ്ടി വൻ കാര്യം ചെയ്യുന്നു. അലിനിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം കാണാനിടയാക്കുന്നു. ഷിനുവിനായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ അയക്കണമേ. ജസ്ലിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഷ്യക്കായി, മാതാവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ദൈവ മഹത്വം നിഷയുടെ ഭവനത്തിൽ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ എന്റെ മാമിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ബിസിനസ്സിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതേ ഏജൻസിക്കായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. സ്വീഡനിലായിരിക്കുന്നതിന്റെ അതെ ഫ്രാൻസിലായിരിക്കുന്നതിന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്ഥാനത്തിൽ കവർ ചെയ്യണമേ. മനുഷ്യക്കായി ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ കരുണയിൽ പരിപാലിക്കണമേ. കർത്താവെ മത്സമയ്ക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഉത്സവത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജയക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ പേരുപേരായി ഇതിലുള്ളവരും കർത്താവെ ഡ്യൂട്ടി നിമിത്തം ഏർലി പോയവരെയും എല്ലാവരും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ ആയിരക്കണക്കിന് ആളുകൾ കർത്താവെ യൂട്യൂബിലൂടെ ദൈവവചനം കേൾക്കുന്നു. കർത്താവെ മനസ്സിലാക്കുന്ന എല്ലാവരെയും ദൈവം ബ്ലസ് ചെയ്യണമെന്നായി പ്രാർത്ഥിക്കുന്നു. കാര്യങ്ങളെ ചെയ്ത മിനിസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവത്തെ എല്ലാവരും നിലനിർത്തിയാട്ടെ. മേരി ജോണായി പ്രാർത്ഥിക്കുന്നു. ഉള്ളവയിൽ സൂക്ഷിച്ചാട്ടെ. കൃപ നിങ്ങളെ സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ കേൾക്കണമേ. ആമേൻ. See you in the morning. God bless you everyone. Bye bye. Thank you. പറയാനുണ്ട് പാസ്റ്റർ ജി. എന്തോ ഞാന് പാസ്റ്റർ ജിയോട് പറഞ്ഞ ഒരു മോൻ ജെറി എന്ന് പറഞ്ഞ ഒരു മോന് വേണ്ടി ആഴ്ച 3 ദിവസം ഡയാലിസിസ് ചെയ്ത് കിഡ്നി ഇഷ്യൂന്റെ കാര്യം പറഞ്ഞു. അതെ, അത് ആ മോന്റെ മമ്മി ഇന്ന് മരിച്ചുപോയി രാവിലെ. അപ്പം ഭയങ്കര പ്രയാസത്തിലാണ് എല്ലാരും. അത് അവർക്കൊന്ന് സമാധാനം കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മുറിവുകളെ കർത്താവ് കാണുന്നു. അവരുടെ പെയിൻ അവർ കാണുന്നില്ല. ഞങ്ങൾക്ക് പ്രയാസം നേരിട്ടാൽ ഞങ്ങളുടെ ഭവനത്തിൽ കർത്താവിന്റെ പ്രസൻസിൽ അവരെ ആശ്വസിപ്പിക്കണം. ഞങ്ങൾക്കറിയില്ല കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ അതുവഴി കടന്നുപോയി. പക്ഷെ അങ്ങയുടെ കയ്യിൽ എല്ലാത്തിനും ആൻസർ ഉണ്ട്. God, the Holy Spirit will thy peace. കർത്താവെ അങ്ങയുടെ ആ സാന്നിധ്യം കൊണ്ട് അവരെ സ്വാന്തനിപ്പിക്കണം. ഞങ്ങൾക്ക് മനുഷ്യവാക്കുകൾക്കൊന്നും അവരെ ആശ്വസിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല. മരണത്തെ ജയിച്ച കർത്താവിന്റെ പ്രസൻസ് അവരെ കവർ ചെയ്യുവാൻ ഞങ്ങൾ സൂക്ഷിക്കാം. യേശുവിൻ നാമത്തിൽ മനുഷ്യാസിസ്റ്റർ ഡ്യൂട്ടിയില്ല അല്ലേ? ഓക്കെ മിസ്സസ് അനിഷ ഡ്യൂട്ടിയിലാണല്ലേ? മ്യൂട്ടാ. Praise God.
കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് 2-ാം ദിവസം നാളെ മോർണിംഗിൽ കാണും. ഇരിക്കട്ടെ. ഈ വീഡിയോകൾ നിങ്ങൾ ദൈവനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ.